ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹവും ബഹുമാനവുമുള്ള എല്ലാ ദൈവദാസന്മാർക്കും, അതുപോലെ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളായ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങൾ എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം പുനരുദ്ധാനത്തെ സംബന്ധിച്ച്, നല്ല പുനരുദ്ധാനത്തെ സംബന്ധിച്ച്, ഏറ്റവും നല്ല പുനരുദ്ധാനത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചു എന്ന് കരുതുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടും എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടും 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്ന മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ 3 വിധ നിരകളെക്കുറിച്ചൊക്കെയും നമ്മൾ സവിസ്തരമായി ചിന്തിച്ചു. ഇന്ന് ദൈവമക്കളും പരിശുദ്ധാത്മാവും എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് നമുക്ക് ക്രമീകരിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ദൈവം നൽകുന്ന കൃപയ്ക്ക് അനുസരണമായിട്ട് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയുടെ മൂവാറ്റുപുഴ ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ കഴിഞ്ഞ ഒരു ദിവസം പ്രയർ മിനിസ്ട്രിയുടെ ഒരു യോഗം നടന്നത് നിങ്ങൾക്കറിയാം. നിങ്ങളിൽ ചിലർ അതിൽ വന്ന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ദൈവവചനം സംസാരിച്ച ദൈവദാസൻ പ്രയർ ഗ്രൂപ്പുകൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത പ്രചോദനമനുസരിച്ച് വിഷയങ്ങൾ ക്രമീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രിയ പാറപ്പഴി അച്ഛൻ്റെ കൈവശവും പ്രിയ ജോയാക്കി പാസ്റ്ററുടെ കൈവശവും അങ്ങനെ 2 ഷീറ്റ് കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു പകർപ്പ് ഞാൻ അവരോട് വാങ്ങി. ആ ദൈവദാസൻ 2-ാം പ്രാവശ്യമാണ് ഞാൻ പരിചയപ്പെടുന്നത്. മുണ്ടക്കയത്ത് നമ്മുടെ സഭയിൽ വെച്ച് നടത്തിയ ഒരു യോഗത്തിലേക്ക് നേരത്തെ ഒരിക്കൽ എന്നെ വിളിച്ചിരുന്നു. പിന്നെ മൂവാറ്റുപുഴ വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവെന്ന വിഷയത്തോടുള്ളതായ ബന്ധത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നതായ ചില വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ലിസ്റ്റിൽ കൊടുത്തിരുന്നത് വായിക്കുവാനായിട്ട് ഇടയായി. ദൈവിക ഉദ്ദേശത്തിലേക്ക് ദൈവമക്കൾ യഥാസ്ഥാനപ്പെടേണ്ടതിനായുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ അത് നമ്പറിട്ട് എഴുതിയിട്ട് 41 എണ്ണമുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ അവസാനത്തേത് 41-ാമത്തേത് പരിശുദ്ധാത്മ നിറവ് എന്ന ഹെഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ വാചകം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞിട്ട്
പ്രാർത്ഥിച്ച് സഭ ഉണരപ്പെടുവാൻ തക്കവണ്ണം ദൈവമക്കള് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുകയും ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത സഭയിൽ നിന്നും മാറി ഫലങ്ങളാലും വരങ്ങളാലും ശക്തിയാലും നിറഞ്ഞ പരിശുദ്ധാത്മ നിറവിൻ്റെയും കവിഞ്ഞൊഴുക്കിൻ്റെയും അന്ത്യകാല ശുശ്രൂഷ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കാം. പ്രകടമായി വെളിപ്പെട്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും സഭയുടെ വിശാലതയ്ക്ക് വഴിതെളിക്കുന്നതുമായ വരങ്ങളുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ പ്രദർശനം പോലെ ഉള്ളിൽ നിറഞ്ഞ് സ്വഭാവമായി വെളിപ്പെടുന്ന ഫലങ്ങൾ കൊണ്ട് സഭ അലങ്കൃതവും ആകർഷവുമാകാൻ പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:3-4, ഗലാത്യർ 5:22. ഇതാണ് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നതായ കാര്യം. വിഷയം പരിശുദ്ധാത്മ നിറവ്. എന്നാൽ അതിൻ്റെ താഴെ പരിശുദ്ധാത്മാവ് സംബന്ധിച്ച് പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും കുറച്ച് വേദവാക്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിലൂടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവും പ്രവാചകന്മാരും പരിശുദ്ധാത്മാവും വെളിപ്പെടുത്തിയിരിക്കുന്ന നിത്യസത്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം, അങ്ങനെ ആകാനായിട്ട് പ്രാർത്ഥിക്കണം, അങ്ങനെ ആയിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളതായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് ഇപ്പോൾ ദൈവസഭകളോ ദൈവമക്കളോ എടുക്കുന്നില്ല. അതല്ലാതെയുള്ള മറ്റ് ചില വാക്യങ്ങളാണ് എടുക്കുക. പ്രധാനമായും പഴയ നിയമ വേദഭാഗങ്ങളിൽ നിന്ന് രാജാക്കന്മാരോ പുരോഹിതന്മാരോ വിശേഷിച്ച് പ്രവാചകന്മാരോ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാര് പ്രാപിച്ചിട്ടുള്ളതും ആയിട്ടുള്ള പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും ആയതിൻ്റെ വിശദീകരണങ്ങളെ സംബന്ധിച്ചുമാണ് കൂടുതൽ എടുക്കാറുള്ളത് എന്ന് സംസാരത്തിനിടയിൽ പറഞ്ഞു. അദ്ദേഹം എഴുതിയ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ അവസാനത്തേത് അതാകുന്നുവെന്നും ആ വാക്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേഗം അതിൻ്റെ ഒരു പകർപ്പ് വാങ്ങാനായിട്ട് ഇടയായത്. അത് വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മറ്റൊരു ദൈവദാസൻ്റെ അഭിപ്രായങ്ങളും ആലോചനകളും വെളിപ്പാടുകളും അതായി വന്നതുകൊണ്ട് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ടുള്ള ധൈര്യം കൂടി എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ഏക ദൈവത്തിലെ മൂന്ന് ആളത്വങ്ങളെയും മൂന്നാളത്വങ്ങൾ ചേർന്ന ത്രിയേക ദൈവത്തെയും കുറിച്ച് അറിയാത്തവരും പഠിക്കാത്തവരും പഠിപ്പിക്കാത്തവരും വിശ്വസിക്കാത്തവരും ക്രിസ്ത്യാനികളിൽ ആരും തന്നെ കാണത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് അപ്രകാരമുള്ള അറിവുകൾ ജന്മനാ തന്നെ നാം സ്വായത്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ദൈവ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്രകാരം ചിന്തിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ 16:8-9.
മതി. അതിൻ്റെ അല്പം കൂടെ മുമ്പ് വായിക്കുമ്പോൾ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ സ്വർഗാരോഹണം ചെയ്താൽ എൻ്റെ പിതാവായ ദൈവം കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവിടെ ലോകമെന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ലോകമെന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്നാൽ ഇവിടെ ലോകത്തിന് ബോധം വരുത്തുമെന്ന് പറഞ്ഞത് പ്രപഞ്ചത്തെയോ ഭൂമിയെയോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നുമല്ല, ഈ ലോകത്തിൽ വസിക്കുന്ന മനുഷ്യവർഗത്തെ ഉദ്ദേശിച്ചാണ്, ജനതയെ ഉദ്ദേശിച്ചാണ് ഇവിടെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒരുമിച്ച് കൂടി പറഞ്ഞതാ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എന്ത് ലോകം? മനുഷ്യലോകം, മനുഷ്യര്. എന്നാ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ലോകത്തിന് ബോധം വരുത്തുമെന്ന് പറഞ്ഞാൽ ജീവനോടെ ഈ ഭൂമുഖത്തുള്ള മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ പ്രവർത്തനം അനുഭവിക്കാൻ കഴിയുന്നത് എന്താണ് എന്ന് നമ്മുടെ കർത്താവ് 2000 കൊല്ലം മുമ്പ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഈ ലോകത്തിലുള്ള മനുഷ്യവർഗത്തിന് ബോധം വരുത്തും. അപ്പോ പാപബോധം ഒരു മനുഷ്യന് കൊടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. നീതിബോധം ഒരു മനുഷ്യന് കൊടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ന്യായവിധി ബോധം ഒരു മനുഷ്യന് കൊടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഈ 3 ബോധങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് കൊടുത്താൽ നിശ്ചയമായും ആ വ്യക്തി മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും ജനിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ദൈവ പൈതലായിത്തീരുവാൻ വേണ്ടി, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി, രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഒരു മനുഷ്യനുണ്ടാകേണ്ട ആദ്യത്തെ അനുഭവം പാപബോധമാണ്, പിന്നെ നീതിബോധമാണ്, പിന്നെ ന്യായവിധി ബോധമാണ്. ആ ബോധം കൊടുത്തു കഴിഞ്ഞിട്ടാണ് പാപത്തെ ഉപേക്ഷിക്കാനായിട്ടുള്ള ശക്തി ആത്മാവ് അവനിൽ കൊടുക്കുന്നത്. എന്നിട്ട് രക്ഷകനായി കടന്നു വന്ന യേശുവിനെ സ്വീകരിപ്പാനായിട്ടുള്ള ശക്തി, കൃപ അവന് കൊടുക്കുന്നത്. അത് മറ്റൊരു വിധത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ വരും. അവൻ വന്നാൽ ലോകത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ പ്രവർത്തനം 3 തര ബോധങ്ങൾ, സുബോധങ്ങൾ കൊടുക്കുകയാണ്. 1 പാപബോധം, 2 നീതിബോധം, 3 ന്യായവിധി ബോധം. എന്താണ് പാപബോധം? എന്താണ് നീതിബോധം? എന്താണ് ന്യായവിധി ബോധം? അവിടെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നതിൽ ഒരുപിടി വ്യത്യാസങ്ങളുണ്ട്. ക്രിസ്തീയ മതങ്ങൾ തമ്മിലും സമുദായങ്ങൾ തമ്മിലും ദൈവസഭകൾ തമ്മിലും ഒരുപിടി മാറ്റങ്ങളുണ്ട്. മാറ്റം എന്തുമാകട്ടെ, എങ്ങനെയും ഇരിക്കട്ടെ, നമുക്ക് ഒരൊറ്റ ഐക്യതയിലായിരുന്നു കൊണ്ട് ആ വിഷയം ഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് തന്നെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരി വായിച്ചപ്പോൾ അത് വായിച്ചു. പാപബോധം, നീതിബോധം, ന്യായവിധി ബോധം എന്നുള്ളതിന് ഓരോ വിശദീകരണം അവിടെ വളരെ വ്യക്തമായ ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്താണ് പാപം? പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന് കൊടുക്കുന്ന പാപബോധം എന്താണ്? ലോകത്തിലെ രക്ഷിക്കപ്പെടാതിരിക്കുന്ന ആളുകൾക്ക്, ലോകത്തിലെ മനുഷ്യവർഗത്തിന് ആദ്യമായി കൊടുക്കുന്ന പാപബോധം. പാപബോധം എന്താണ്? പാപബോധം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥ തന്നെ, അനുഭവം തന്നെ ആണ് പാപം എന്നുള്ള ബോധമാണ് കൊടുക്കുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാപത്തിൻ്റെ പട്ടികകൾ, പാപത്തിൻ്റെ ഗൗരവങ്ങൾ,
പാപത്തിൻ്റെ വിഷയങ്ങൾ, വിഷയാനുക്രമീകരണം എന്നൊക്കെ പറയുന്ന പോലെ എണ്ണമിട്ട് ഒരുപിടി പാപത്തിൻ്റെ പേര് പറയാനും എഴുതാനും ഒക്കെ നമുക്കറിയാം. ന്യായപ്രമാണം നമുക്ക് ചെയ്യുന്ന ഉപകാരം എന്താകുന്നുവെന്നാണ് പൗലോസ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണം കൊണ്ട് ജനത്തിന് എപ്പോഴും പാപത്തിൻ്റെ പരിജ്ഞാനം കിട്ടുന്നു, പാപം സംബന്ധിച്ചുള്ള പരിജ്ഞാനം, അറിവ് കിട്ടുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്നാപക യോഹന്നാന്റെ പഠിപ്പിക്കലുകൾ കൊണ്ട്, പ്രസംഗങ്ങൾ കൊണ്ട് എന്ത് കിട്ടുന്നു? രക്ഷയുടെ പരിജ്ഞാനം ജനത്തിന് കിട്ടുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അതങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ കർത്താവായിരിക്കുന്ന യേശു വന്നപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ കിട്ടുന്നു. ന്യായപ്രമാണം ഒരു മനുഷ്യന് പാപത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുമ്പോൾ, സ്നാപക യോഹന്നാൻ പ്രസംഗിച്ച മാനസാന്തര സ്നാനം അല്ലെങ്കിൽ മാനസാന്തര പ്രസംഗം കൊണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം കൊണ്ട് ഒരു വ്യക്തിക്ക് രക്ഷയുടെ പരിജ്ഞാനം കിട്ടുന്നു. കർത്താവായിരിക്കുന്ന യേശു വന്നിട്ട് ഞാൻ തന്നെ രക്ഷ, ഞാൻ തന്നെ രക്ഷകൻ എന്നല്ലേ പറഞ്ഞു തന്നിരിക്കുന്നത്? അതെ, അവൻ തന്നെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് മറിയത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവന് യേശു എന്ന് പേരിടണം. യേശു സമം രക്ഷകൻ അല്ലെങ്കിൽ രക്ഷിതാവ്. പാപത്തെ അതിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നവനായതുകൊണ്ട് ഇതാ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ജാതികളുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആകുന്നുവെന്ന് തൻ്റെ ജനനത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ 500ഓളം വയസ്സ് പ്രായമുള്ള കർത്താവിനെ കണ്ടിട്ട് മരിക്കാൻ നോക്കിപ്പാർത്തുകൊണ്ടിരുന്ന വൃദ്ധനായ ശീമയോൻ എന്ന് പറയുന്നയാള് അന്ന് യെരൂശലേം ദേവാലയത്തിൽ ജീവിച്ചിരുന്നു. യേശു കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ ന്യായപ്രമാണത്തിൽ പറയുന്ന പ്രകാരം കാഴ്ചയർപ്പണം നടത്താനായി ദേവാലയത്തിൻ്റെ അകത്ത് വന്നപ്പോൾ ആത്മാവിൽ നിയുക്തനായി നീ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ ആ ഇസ്രായേലിന്റെ ആശ്വാസദായകനും രക്ഷകനുമായിരിക്കുന്ന യേശു കുഞ്ഞ് ഇതാ ദേവാലയത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം എഴുന്നേറ്റ് മറിയത്തിന്റെ കയ്യിലിരിക്കുന്ന യേശുവിനെ കൈകളിലെടുത്ത് വാഴ്ത്തി പ്രാർത്ഥിച്ച് പറഞ്ഞ് അവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് മരണം മുഖാന്തരമായി മാറ്റപ്പെട്ടു പോയി എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ ഇപ്പോൾ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇപ്പോൾ നാഥ സമാധാനത്തോടെ നീ അടിയനെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശുവാണ് രക്ഷ, യേശുവാണ് രക്ഷകൻ. പത്രോസിലൂടെ എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് പാപബോധം എന്ന് പറയുന്നത് മദ്യപാനം പാപമാണ്, വ്യഭിചാരം പാപമാണ്, മോഷണം പാപമാണ് തുടങ്ങിയ ഒരുപിടി ഞാൻ ഒരിക്കൽ കണക്കെടുത്തതാ 148 പാപത്തിന്റെ പട്ടിക പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നുണ്ട്. 148 പാപത്തിന്റെ പട്ടിക വിളിച്ചു പറയുന്നുണ്ട്. ആവർത്തനം അതിൽ ഒഴിവാക്കിയാൽ അതിൽ എണ്ണം കുറയും. ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് പാപത്തിന്റെ പട്ടിക പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് അതുപോലെ തന്നെ പാപത്തിന്റെ പട്ടിക പറയുമ്പോൾ ഇവിടെ പറഞ്ഞതിൽ ചിലത് അവിടെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളിൽ ആവർത്തനം ഒഴിവാക്കിയാൽ 40-45ഓളം കൃത്യം ഓർമ്മ ഇപ്പോൾ എനിക്കില്ല പാപത്തിന്റെ പട്ടിക നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇത് വെച്ചാണ് നമ്മൾ പാപത്തെ അളക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പാപബോധം എന്താണ്? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതിരിക്കുന്നത്. ആദാമിക പാപം മുഖാന്തിരമായി മനുഷ്യവർഗം മുഴുവനും അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ അമ്മ ഗർഭം ധരിച്ച് അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ ഗർഭപാത്രത്തിൽ കിടന്ന് വളർന്ന് പാപത്തിൽ പ്രസവിച്ച്, പാപത്തിൽ ഭൂമിയിൽ ജനിച്ച്, പാപത്തിൽ വളർന്ന്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ തന്നെ ആയിരുന്നു കൊണ്ട് കാലം കഴിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദാവീദ് പറയുകയാ, ഉരുവായത് എവിടെയാ? എങ്ങനെയാ? അകൃത്യത്തില്. അകൃത്യത്തില്. ഗർഭം ധരിച്ചത് എങ്ങനെയാ? പാപത്തില്.
അപ്പൊ പിന്നെ ഗർഭത്തിൽ വളർന്നതും പ്രസവിച്ചതും ഇവിടെ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും എല്ലാം എന്തിൽ തന്നെയാ? മനുഷ്യൻ പാപത്തിൽ തന്നെയാ. ആ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശു ഇപ്രകാരമുള്ള പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവം മനുഷ്യനായി വചനം ജഡമെടുത്തവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതാണ് അവനെ നരകത്തിലേക്ക് അയക്കുന്ന പാപമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നത്. മറ്റൊരു വാക്യം കൂടെ പറയുമ്പോൾ അത് മനസ്സിലാക്കും. മർക്കോസ് 16:16 നമുക്ക് കാണാപ്പാടം അറിയാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോ രക്ഷയിലേക്ക് പോകുന്നവൻ ആദ്യം കർത്താവിനെ വിശ്വസിക്കണം, പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഏറ്റുപറയണം, പിന്നെ സ്നാനപ്പെടണം. അങ്ങനെ രക്ഷയിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. തൊട്ട് ചേർന്ന് പറയണത് എന്നതാ? വിശ്വസിക്കാത്തവൻ എങ്ങോട്ട് പോകും? ശിക്ഷാവിധിയിലേക്ക് പോകും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നരക ശിക്ഷാവിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു പോകാനുള്ള ഏക യോഗ്യത എന്ന് പറയുന്നത് കർത്താവിനെ വിശ്വസിക്കാതിരുന്നേച്ചാൽ മതി. പിന്നെ ഒരു കാര്യവും ചെയ്യണ്ട. അതിങ്ങനെ മനസ്സിലാക്ക്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ദൈവത്തിൻ്റെ പിതാവായ ദൈവം തന്നെ ആത്മാവിനാൽ അഭിഷക്തനാക്കി തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അയച്ച സന്ദർഭം മുതൽ, അർത്ഥാൽ തൻ്റെ 30-ാമത്തെ വയസ്സിൽ സ്നാപക യോഹന്നാനാൽ സ്നാനമേറ്റ് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരുന്ന ആ നിമിഷം മുതൽ താൻ ക്രൂശിൽ മരിക്കുന്ന സമയം വരെയും, ഇനി കുറെ കൂടെ ഗൗരവമായി തൻ്റെ ക്രൂശ് മരണം മുതൽ താൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് വരെയും, കുറെ കൂടെ പറഞ്ഞാൽ താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ഇപ്പോൾ നമ്മൾ കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തെ ഭൂമിയിലേക്ക് അയക്കുന്നത് വരെയും, ഇങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കർത്താവിനെ വിശ്വസിക്കാതിരിക്കുന്നതാണ് ഈ കാലയളവുകൾ മുതലുള്ള മനുഷ്യവർഗത്തിൻ്റെ പാപം. ഇനി ഇങ്ങനെ കേക്ക്, ഇനി മദ്യപാനം നടത്തി എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ നരകത്തിൽ പോകേണ്ടി വരത്തില്ല. മരിക്കുന്നത് വരെ വ്യഭിചാരം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ നരകത്തിൽ പോകേണ്ടി വരത്തില്ല. പാപത്തിൻ്റെ പട്ടിക എല്ലാം പറയാം, സമയം കളയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നരകത്തിലേക്ക് പോകുന്നത്? നീ പാപത്തിൽ ഉരുവായവനാണ്, പാപത്തിൽ ജനിച്ചവനാണ്, പാപത്തിൽ വളർന്നവനാണ്, ജനിച്ചവനാണ്, ഇവിടെ വളർന്ന് ജീവിച്ചവനാണ്. നീ പാപിയാണ്, നിനക്ക് പാപ സ്വഭാവമുണ്ട്. അതുകൊണ്ട് നിനക്ക് തോന്നുമ്പോഴൊക്കെയും പാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ശരിയാ. പക്ഷേ നിന്റെ പാപത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുവിച്ച് നിത്യ നരകശിക്ഷാവിധി ഒഴിവാക്കി നിത്യ സ്വർഗത്തിലേക്ക് മാറ്റുവാൻ ഇവിടേക്ക് നിനക്ക് വേണ്ടി കടന്നു വന്ന രക്ഷിതാവും കർത്താവും ദൈവവുമായ യേശുവിനെ അംഗീകരിച്ച് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇനി നീ നരകത്തിലേക്ക് പോകേണ്ടി വരിക. എന്നാൽ നമ്മൾ പാപത്തെക്കുറിച്ച് ബോധമാകുന്നത് ഏതെങ്കിലും പാപപ്രവൃത്തികൾ ചെയ്ത് അത് നമ്മളും മറ്റുള്ളവരും അറിഞ്ഞ് നാണക്കേട്, മോശക്കേട്, അരുതാത്തത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഈ പാപത്തെക്കുറിച്ചുള്ള ആ ബോധമുണ്ടാകുക. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒന്നാമത് പാപബോധം ലോകത്തിന് കൊടുക്കുന്നവനാണ്. ഇത് പാപിയുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധന്റെ മാനസാന്തരത്തിനും എന്ത് തന്നെ വേണം? പാപത്തെക്കുറിച്ചുള്ള ബോധം വേണം. പാപത്തെക്കുറിച്ചുള്ള ബോധം വേണം. പിന്നെയും വിശുദ്ധൻ പാപം ചെയ്യുമ്പോൾ എന്താണ്? ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ കാര്യസ്ഥൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അവൻ്റെ പുത്രനായ അവൻ വെളിച്ചത്തിൽ നടന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, നമുക്ക് അവനോട് കൂട്ടായ്മ ഉണ്ടായെങ്കിൽ, അവൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിൻ്റെ രക്തം പിന്നെയും നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കും എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധൻ്റെ മാനസാന്തരവും ഇതേ വ്യവസ്ഥ തന്നെ, പാപിയുടെ മാനസാന്തരവും ഇതേ വ്യവസ്ഥ തന്നെ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് കർത്താവിൻ്റെ കാലം മുതൽ 2010 കൊല്ലമായി ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വിടുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെട്ട് ഈ ഗ്രൂപ്പിലേക്ക് മാറും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലേക്ക് മാറും.
അപ്പോൾ ശിക്ഷാവിധിയിലേക്ക്, നരകത്തിലേക്ക്, പാതാളത്തിലേക്ക് പോകാനുള്ള ഒരേ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു യോഗ്യത, അല്ലെങ്കിൽ അവൻ്റെ ഒരു യോഗ്യത കേടെന്ന് പറയുന്നത് കർത്താവിനെ അറിയേണ്ട പോലെ അറിഞ്ഞ് വിശ്വസിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം മതി. സ്നാനപ്പെടാത്തത് കൊണ്ടാണോ നരകത്തിലേക്ക് പോകുന്നത്? അല്ല, കർത്താവിനെ വിശ്വസിക്കാത്തതിൻ്റെ പേരില്ല. ഏറ്റുപറയാത്തത് കൊണ്ടാണോ പോകുന്നത്? അല്ല, കർത്താവിനെ വിശ്വസിക്കാത്തവനെ എങ്ങനെ ഏറ്റുപറയും? കർത്താവിൽ വിശ്വസിക്കാതെ എങ്ങനെ സ്നാനപ്പെടും? കർത്താവുമായിട്ട് ബന്ധമില്ലാതെ വിശ്വസിക്കാതെ എങ്ങനെ പരിശുദ്ധാത്മാവ് കിട്ടും? ഒന്നും നടക്കത്തില്ല. പുതിയ നിയമത്തിൽ പറയുന്ന ഒരു സംഗതികളും നടക്കത്തില്ല. അതുകൊണ്ട് അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും, അതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പാപബോധം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലാത്ത ധാർമ്മികമായ നിലവാരത്തോടുള്ള ബന്ധത്തിൽ, താത്വികമായ നിലയിൽ ഈ ലോകത്തിൽ നല്ലവരായി ജീവിക്കുന്ന ആളുകൾക്കെല്ലാം എന്ത് ബോധം കൊടുക്കാൻ കഴിയും? മറ്റൊരു തരത്തിൽ പാപബോധം കൊടുക്കാൻ കഴിയും. മഹാത്മാഗാന്ധിക്ക് ഇന്ത്യയിലുള്ള ആളുകൾക്ക് നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും പാപം ഏതാണെന്നും അല്ലാത്ത എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. കാരണം താൻ കുറെ ഉയർന്ന ജീവിത നിലവാരത്തിൽ ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. ഒരു ക്രിസ്ത്യാനിക്ക് കഴിയാത്ത, ഒരു ദൈവദാസന് കഴിയാത്ത, ദൈവമക്കൾക്ക് കഴിയാത്ത അനേക നല്ല ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ആര്? മഹാത്മാഗാന്ധി. ആത്മാവ് എവിടെ പോയെന്നോ കാര്യമോ ന്യായവിധിയുടെ കാര്യമോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ജീവിതത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? പാപബോധം എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരം വരുന്ന രക്ഷിതാവായ യേശുവിൽ വിശ്വസിച്ച് അംഗീകരിക്കാത്ത ഏക കാരണമാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, മനുഷ്യർക്ക് വേണ്ടി ദൈവം നരകം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് നരകം സൃഷ്ടിച്ചിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഇടത്ത് ഭാഗത്ത് നിർത്തിയിരിക്കുന്ന ആളുകളോട് പറയുന്നത്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിട്ട് പിശാചനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് അവനോട് ചേർന്ന് പോയിക്കൊള്ളുവീൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം? മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം നരകം സൃഷ്ടിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വിടുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. എന്നാൽ ഒരു കൂട്ടർ നരകത്തിലേക്ക് പോകുമെന്നുള്ളത് ഒരു സത്യമാണ്. അത് പോകുന്നത് കർത്താവിൻ്റെ കുറ്റം കൊണ്ടോ കുഴപ്പം കൊണ്ടോ അല്ല. ദൈവത്തെ തള്ളി ദൈവവിശ്വാസം ഇല്ലാതെ രക്ഷ പ്രാപിക്കാതെ നിത്യനരകത്തിലേക്ക് പോകുന്ന ആൾ ഉണ്ടാകുമെന്നുള്ളത് താൻ ദൈവമായതുകൊണ്ട് തൻ്റെ മുന്നറിവിനൊത്തവണ്ണം താൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ടിയിട്ടും നരകത്തെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നരകത്തെ സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? പിശാചനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയിട്ടാ. അതുകൊണ്ട് അവൻ്റെ ആത്മാവിനാൽ, അവൻ്റെ ആലോചനയാൽ ഈ ലോകത്ത് ജീവിച്ചിട്ട് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാതിരിക്കുന്നവരൊക്കെ ഈ പിശാചിനോടും അവൻ്റെ ദൂതന്മാരോടും കൂടെ അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുവല്ലാതെ കർത്താവിന് മറ്റൊരു സ്ഥലമില്ല തന്നെ. അതുകൊണ്ട് മനുഷ്യന് വേണ്ടിയിട്ട് നരകം ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ യുക്തിവാദികൾ പറയും, എന്തിനു ഗുണം വന്നെന്നായി പറയണേ? ഒടയ തമ്പുരാൻ നരകം ഉണ്ടാക്കി സ്വർഗം ഉണ്ടാക്കി തനിക്ക് തോന്നിയവനെ സ്വർഗത്തിലേക്കും തനിക്ക് തോന്നിയവനെ നരകത്തിലേക്കും വിടുമ്പോൾ അയാൾക്കുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഞാൻ നരകത്തിലാണെങ്കിൽ നരകത്തിൽ പൊക്കോളാം, സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ പൊക്കോളാം. ഇനി അതേക്കുറിച്ച് നിങ്ങളാരും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കി ഞങ്ങളെ വിടാനായിട്ട് നോക്കണ്ട എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരാ പറയുന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളിയാണ്, തമാശാണ്. കുറേ എണ്ണത്തിനെ സ്വർഗത്തിലേക്ക് വിടാൻ അയാൾ തീരുമാനിച്ചു, അങ്ങനെ വിടും. കുറേ എണ്ണത്തിനെ നരകത്തിലേക്ക് വിടും. അതിനിപ്പം ഞങ്ങളെന്ത് വേണം? ഇങ്ങനെയാണോ ദൈവം ചെയ്യുന്നത്? അങ്ങനെ ഒന്നില്ല വചനത്തിൽ. ഒരു മനുഷ്യന് വേണ്ടി കിട്ടും നരകത്തെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ ആർക്ക് വേണ്ടി കിട്ടാ അത് സൃഷ്ടിച്ചിരിക്കുന്നത്? ഒരിക്കലും മാനസാന്തരം വരില്ല എന്ന് തനിക്കറിയാവുന്ന പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് ഇപ്പോൾ അവൻ്റെ ഉപദേശത്താൽ, അവൻ്റെ ആത്മാവിനാൽ എന്നെ തള്ളി ജീവിച്ച ഇടത്ത് ഭാഗത്തുള്ള ശപിക്കപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ സകല മനുഷ്യനും ക്രിസ്തുവിൽ കൂടെ രക്ഷപ്രാപിച്ച് എങ്ങോട്ട് വരണമെന്ന ദൈവത്തിൻ്റെ വാഞ്ച, സ്വർഗത്തിലേക്ക് വരണമെന്ന വാഞ്ച. അതിനായിട്ട് സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറന്നിട്ടിരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പാപബോധം കർത്താവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ ആരെങ്കിലും നരകത്തിൽ പോയാൽ അതിനി എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടൊന്നുമല്ല. കാരണം അതിലപ്പുറം പാപം ചെയ്യുമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. കാരണം പാപത്തിൻ്റെ വിത്ത് എവിടെയുണ്ട്, പാപ സ്വഭാവം എവിടെയുണ്ട്,
ആ സ്വഭാവം വികാരമായി, വിചാരമായി, ആലോചനയായി, ചിന്തയായി, വാക്കായി, സംസാരമായി, പ്രവൃത്തിയായി, ജീവിതമായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഹെസ്കേൽ 28-ലും യെശയ്യാ 14-ലും ലൂസിഫർ പിശാചായി മാറിയപ്പോൾ അവൻ്റെ ഹൃദയത്തിലുണ്ടായ വികാരത്തെ അവിടെ ഇട്ട് കണ്ടുപിടിച്ച് പാപം പാവി എന്ന് വിധിച്ചുകൊണ്ട് അവന് നരകത്തിലേക്ക് ഇന്നും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാക്കവൻ സംസാരിച്ചില്ല, ഒരു വാക്ക് മറ്റൊരാളെ അറിയിച്ചില്ല. അവൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്, അല്ലേ? എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഹൃദയത്തിൽ പറഞ്ഞ കാര്യമാണ് ദൈവം കണ്ടുപിടിച്ച് അവിടെ വെച്ച് തന്നെ വിധിച്ച് അവനെ സാത്താനാക്കി മാറ്റിയത്. മനുഷ്യൻ്റെയും അങ്ങനെ തന്നെ. പ്രവർത്തനം മാത്രമല്ല, പ്രവൃത്തി മാത്രമല്ല, സംസാരം മാത്രമല്ല, വികാര വിചാരങ്ങൾ മാത്രമല്ല, ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ അടിയുറഞ്ഞ് കിടക്കുന്ന സ്വഭാവം പോലും പാപകരമാണെങ്കിൽ അവിടെ വെച്ച് ദൈവം പിടിച്ച് വിസ്തരിച്ച് തക്കതായ ശിക്ഷ കൊടുക്കും. അതുകൊണ്ടാണ് അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, ബാക്കിയുള്ള ഒരു സ്ഥലത്തെയും സത്യമല്ല. ആ സത്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ദൈവം നോക്കുന്നത് അന്തരംഗത്തിലെ സത്യമാണ്. അന്തരംഗത്തിൽ സത്യത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ, അന്തർഭാഗത്തിൽ സത്യത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. അതാ അന്തരംഗത്തിൽ നിന്റെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അന്തർഭാഗം, അവൻ്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അങ്ങനെയല്ലേ? അവൻ ഹൃദയത്തിൽ പാപം ചെയ്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ലോകത്തിൽ ഒരു മത നേതാവിൻ്റെയും ഒരു പണ്ഡിതൻ്റെയും ഒരു വ്യക്തിയുടെയും കാഴ്ചപ്പാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വരാം. പാപബോധം കഴിഞ്ഞിട്ട് പിന്നെ നീതിബോധം. എന്താ നീതിബോധം? ഇന്ന വിഷയം നീതിയോ ഇന്ന വിഷയം അനീതിയോ അങ്ങനത്തെ നീതിബോധം അല്ല കേട്ടോ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അത് പറഞ്ഞിട്ടുണ്ട്. അതും ചെയ്യാൻ അനുവാദം കൊടുക്കുകയല്ല. അന്ത്യനാളിൽ നീതി ചെയ്യുന്നവനെയും അനീതി ചെയ്യുന്നവനെയും എനിക്ക് തിരിക്കേണ്ടി വരും. അതുകൊണ്ട് അവരിപ്പോഴേ അതിൽ തന്നെ മനസ്സ് വെച്ച് അതിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തുകൊണ്ടിരിക്കും, ചെയ്യട്ടെ. അതുകൊണ്ട് നീതിമാൻ ഇനിയും നീതി ചെയ്തുകൊണ്ടിരിക്കും, ചെയ്യട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. രണ്ടാമത്തെ വായിച്ചേ. അവർ അവനെ വിശ്വസിക്കാത്ത കൊണ്ട് പാപത്തെക്കുറിച്ചും ഇതാ എന്താ നീതിയാ? ഞാൻ ഇനി പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു, ഇതാണ് നീതി. ഞാൻ പോയാൽ പിന്നെ നിങ്ങൾ എന്നെ തൽക്കാലം കാണുന്നില്ല, അതാണ് നീതി. ഇതെന്താ ഈ നീതി? നീതിക്ക് രണ്ടർത്ഥമുണ്ട്. ഇവിടെ നിയമം എന്ന അർത്ഥമാണ്. ഇവിടെ നീതി എന്ന് പറയുന്നതിൻ്റെ നിയമമാണ്. സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ കർത്താവ് സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അയ്യോ നീ എൻ്റെ അടുക്കൽ സ്നാനപ്പെടാൻ വരുന്നോ? പറ്റത്തില്ല, നീ എന്നെ ഇപ്പം സ്നാനപ്പെടുത്തിയാൽ മതി. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, നീ ഇപ്പറേ നിന്നേച്ച് നീ ഇപ്പം എന്നെ സ്നാനപ്പെടുത്തണം, നിന്നെ ഞാനെങ്ങനെയാണ് സ്നാനപ്പെടുത്തുന്നത്? അതിന് മറുപടി പറഞ്ഞത് എന്താ? യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടതാകുന്നു. എന്താണ് നിവർത്തിക്കപ്പെടേണ്ട നീതി? പിതാവായ ദൈവത്തിൻ്റെ നിയമങ്ങൾ, പിതാവായ ദൈവത്തിൻ്റെ നിയമങ്ങൾ. ഇങ്ങനെ സകല നീതിയും എൻ്റെ പിതാവ് എന്നെ സംബന്ധിച്ച് ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് വെച്ചിട്ടുള്ള നീതി എന്ന് പറയുന്നത് നിയമം എന്ന അർത്ഥം. അതുകൊണ്ട് ദൈവികമായ നിയമം. അപ്പം എന്താണ് നീതിബോധമെന്ന് പറയുന്നത്? നീതിബോധമെന്ന് പറയുന്നത് എന്താ? ഞാൻ സ്വർഗത്തിലായിരുന്നു, എൻ്റെ പിതാവ് പറഞ്ഞു ഇന്ന സമയത്ത് നീ മനുഷ്യനായി അവതരിച്ച് ലോകത്തിലേക്ക് പൊക്കോ. ഞാനിവിടെ വന്നു, ഞാൻ 33 വയസ്സ് വരെ ഇവിടെ ജീവിച്ചു, ഞാൻ പ്രവർത്തിച്ചു, എൻ്റെ പിതാവ് ഏൽപ്പിച്ച ജോലികളെല്ലാം ചെയ്തു. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എൻ്റെ പിതാവ് എന്നെ ക്രൂസിലേറ്റി മരിക്കാൻ അനുവദിച്ചു, അല്ലേ? അത് ഞാൻ നടത്തി. എന്നിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാ? ഇനി ഞാൻ മരിക്കും, അടക്കപ്പെടും,
ഉയർത്തെഴുന്നേൽക്കും. 1 കൊരിന്ത്യർ 15 നമ്മൾ ചിന്തിച്ചതാ, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം വളർന്നു, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം എല്ലാം നടത്തി, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി, വീണ്ടും വരും. ഇതെല്ലാം തന്നെക്കുറിച്ചുള്ള പ്രവാചകന്മാരുടെ, തൻ്റെ പിതാവ് കൊടുത്തിട്ടുള്ള പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ടുള്ള തിരുവചന പ്രകാരമാണ് യേശുവിനെ സംബന്ധിച്ച് ഇതെല്ലാം നടന്നത്. അതുകൊണ്ട് ഞാനിനി സ്വർഗത്തിലേക്ക് പോകുന്നതും എൻ്റെ പിതാവിൻ്റെ നിയമം അനുസരിച്ചാണ്. നിങ്ങൾ എന്നെ കാണാതിരിക്കുന്നതും എൻ്റെ പിതാവിൻ്റെ നിയമം അനുസരിച്ചാണ്. എൻ്റെ മക്കളെ ചേർക്കാൻ രണ്ടാമത് മധ്യാകാശം വരുന്നതും എൻ്റെ പിതാവിൻ്റെ നിയമം അനുസരിച്ചാണ്. വീണ്ടും ഞാൻ ലോകത്തിലേക്ക് 1000 കൊല്ലം ഭരിക്കാൻ വരുന്നതും എൻ്റെ പിതാവിൻ്റെ നിയമം അനുസരിച്ചാണ്. അതുകൊണ്ട് ദൈവികമായ നിയമം എന്നർത്ഥം. നീതിയെക്കുറിച്ചുള്ള ബോധം എന്ന് പറഞ്ഞാൽ ദൈവിക നിയമത്തെക്കുറിച്ചുള്ള ബോധം. ഇന്ത്യയിലെ ഭരണഘടനയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോരോ അധികാരികളുടെ നിയമത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട്. നമ്മുടെ സഭയുടെ പ്രത്യേകമായ നിയമത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട്. പക്ഷേ എവിടെയാ ബോധക്കുറവ് നമുക്കുള്ളത്? ദൈവത്തിൻ്റെ സാർവത്രികമായ എല്ലാ നിയമത്തെക്കുറിച്ച് നമുക്ക് വേണ്ടവണ്ണം ബോധമില്ല. അതുകൊണ്ട് ദൈവ നിയമത്തെക്കുറിച്ചുള്ള ബോധം കൊടുക്കുന്നത് ആർക്കേ അതിനെ സാധിക്കുള്ളൂ? പരിശുദ്ധാത്മാവിന്. അതുകൊണ്ടാ ഞാൻ ഇനി നിങ്ങളെ വിട്ട് അങ്ങോട്ട് പോകുന്നത് കൊണ്ടും നിങ്ങൾ എന്നെ കാണാതിരിക്കുന്നത് കൊണ്ടും ഇത്രയും നാളും ഇവിടെ കണ്ടതുകൊണ്ടും അതിനു മുമ്പ് ഞാൻ പണ്ട് അവിടെ ആയിരുന്നത് കൊണ്ടും ഇനി ഞാൻ പോയി ഇങ്ങോട്ടും മധ്യാകാശം വരെ വരുന്നത് കൊണ്ടും പിന്നെ ലോകത്തിലേക്ക് വരുന്നത് കൊണ്ടും പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്നത് കൊണ്ടും എന്തെല്ലാം കാര്യങ്ങളാ. എല്ലാം തൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്ന പോലെ നീതി നിവർത്തിക്കപ്പെടുകയാണ്. നീതി നിവർത്തിക്കപ്പെടുക. യോഹന്നാനെ, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാ, നീ സക്കറിയ പുരോഹിതന്റെ മകനല്ലേ? നിന്റെ അപ്പൻ ദേവാലയത്തിലെ പുരോഹിതനല്ലേ? നീയും 30 വയസ്സാകുമ്പോൾ ദേവാലയത്തിൽ പോകേണ്ടവനല്ലേ? പക്ഷേ ഞാൻ നിന്നെ വിളിച്ച്, എൻ്റെ പിതാവ് നിന്നെ വിളിച്ച് മാനസാന്തര സ്നാനം പ്രസംഗിക്കാനും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനും മാനസാന്തരപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി അങ്ങനെ ഒരു ഉണർവ് ഇവിടെ നടത്തുവാനും പറഞ്ഞു വിട്ടതല്ലേ? അതെ, അതുകൊണ്ട് ആ നീതി നീ നിവർത്തിക്കുന്നത് പോലെ തന്നെ ഇത്രയും നാൾ നിവർത്തിച്ച നീതി പരമ്പരാഗതമായി വരേണ്ടത് മറ്റൊരു യെരൂശലേം ദേവാലയത്തിലാണല്ലോ. അതല്ല, ഇപ്പോൾ നിന്നെക്കുറിച്ച് എൻ്റെ പിതാവ് യോഹന്നാൻ എന്നാ പറഞ്ഞേ? വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞേ? എന്നെ വെള്ളത്തിൽ ഇപ്രകാരം സ്നാനം നടത്തി ഈ സുവിശേഷം പറയാൻ അയച്ചത് ആരാ? സ്വർഗസ്ഥ പിതാവാ. അവൻ പറയുന്നത് പോലെ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. ഇപ്രകാരമുള്ള ദൈവിക നിയമങ്ങളെക്കുറിച്ചുള്ള ആ നീതിബോധം ഒരു മനുഷ്യന് കൊടുക്കുന്നത് ആരാണ്? സാക്ഷാൽ പരിശുദ്ധാത്മാവാണ്. പാപബോധം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നാം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ട നിയമത്തെക്കുറിച്ചുള്ള, വചനത്തെക്കുറിച്ചുള്ള, വ്യവസ്ഥയെക്കുറിച്ചുള്ള ബോധം തന്നുകൊണ്ടിരിക്കുന്നതാരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നീതിബോധം. പിന്നെ ന്യായവിധി മതി. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്ത് ബോധം തരും? ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം തരും. ഈ ലോകത്തിൻ്റെ പ്രഭു ആരാണ്? സാത്താൻ. അവൻ വിധിക്കപ്പെട്ടു. അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്തിനെക്കുറിച്ചുള്ള ബോധം തരും? ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം തരും. ആരുടെ ന്യായവിധിയാണ് കഴിഞ്ഞിരിക്കുന്നത്? ആരുടെ ന്യായവിധിയാണ് കഴിഞ്ഞിരിക്കുന്നത്? സാത്താൻ്റെയും സൈന്യങ്ങളുടെയും ന്യായവിധി കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ വാസസ്ഥലം ഏതാ? നിത്യമായ വാസസ്ഥലം. സ്വർഗത്തിൽ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളിയ ലൂസിഫറും കൂട്ടരും പാപം ചെയ്ത് അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് താഴ്ത്തി വിട്ടിട്ട് മധ്യാകാശം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ നിത്യമായി താമസിച്ചുകൊണ്ട് അവൻ മുകളിലോട്ടും താഴോട്ടും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് പൊക്കി മധ്യാകാശത്തിൽ വന്നു നിൽക്കുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മധ്യാകാശത്ത് തമ്പടച്ചിരിക്കുന്ന സാത്താനെ സമൂഹത്തെയും അവിടെ നിന്ന് വീണ്ടും ചവിട്ടി അവനെ നിത്യമായി വസിക്കുവാൻ ഭൂമിയിലേക്ക് വിടുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ ഇരുന്നവൻ പിന്നെ പാപനിമിത്തം മധ്യാകാശത്തായിരുന്നിട്ട് അടുത്ത ദൈവസഭയുടെ എടുത്തുകൊള്ളപ്പെടേണ്ട സന്ദർഭം വരെയും അവൻ അവിടെ ഇരുന്നിട്ട് അവൻ്റെ വീട് മാറി മാറി ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാ. പിന്നെ അവനെ ചവിട്ടി താഴ്ത്തിയാൽ അവൻ എവിടെ വന്ന് വസിക്കും? ഭൂമിയിൽ വന്ന് വസിക്കും. പിന്നെ 1000 കൊല്ലം കർത്താവ് ഭരിക്കാൻ വരുമ്പോൾ സാത്താൻ ഒരു ദൂതനെ കൊണ്ട് ബന്ധിച്ച് അഗാധത്തിലിട്ട് അടച്ചു പൂട്ടി മുദ്ര വയ്ക്കും. 1000 കൊല്ലത്തേക്ക് അവനെ തുറന്നു വിടത്തില്ല. വീണ്ടും അവനെ തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് അവൻ ഭൂലോകത്തിലുള്ള എല്ലാവരെയും കൂട്ടി ഇതുവരെ 1000 കൊല്ലം ഭരിച്ച മശിക തമ്പുരാനോടും അവൻ്റെ കൂടെ ഭരിച്ച കാന്തയോടും കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായവരോട്
കൂടെ അവനെ ജയിച്ചുവെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കർത്താവിനോട് യുദ്ധം ചെയ്യാനായിട്ട് എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് ഇവരിങ്ങനെ സംഘടിപ്പിച്ചു വരും. അവസാനം മൃഗവും പ്രവാചകനും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്യിലേക്ക് മഹാസർപ്പമാകുന്ന സാത്താനെ എന്നേക്കുമായി എടുത്തിട്ട് നിത്യദണ്ഡനത്തിന് വേണ്ടി അവിടെയാക്കും. ഭൂമിയിൽ നിന്ന് പിന്നെ അവരെ എങ്ങോട്ടാണ് എടുത്തിടാൻ പോകുന്നത്? നിത്യ ദണ്ഡനമാകുന്ന തീപ്പൊയ്കയിലേക്ക്. ഇങ്ങനെ പടിപടിയായി അവനെ താത്തി 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 അവൻ്റെ നിത്യവാസ സ്ഥലത്ത് കൊണ്ടുപോയി എത്തിച്ചോളും. വിശ്വാസികളെ എങ്ങനെയാ? വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടുന്നവരെ മുമ്പോട്ട് കൊണ്ടുപോയി കുഞ്ഞാടിൻ്റെ കാന്തയാക്കി സ്വർഗത്തിലാക്കിക്കൊള്ളും. ഈ പിശാചിനോട് കൂടെ ഉള്ള ആളുകളെ അവനോട് കൂടെ തീനരകത്തിലേക്ക് വിടുവാൻ ഇവനെയും അങ്ങോട്ട് വിട്ടോളും. ഇതൊക്കെയാ ദൈവനീതി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സാത്താന്റെയും സൈന്യങ്ങളുടെയും വിധി നടന്നു വച്ചിരിക്കുകയാ. ഗദരദേശത്തിലെ പിശാച് ബാധിതനുണ്ടായിരുന്ന ലഗ്യോന കണക്കിന് ആത്മാക്കൾ കർത്താവിനോട് പറഞ്ഞു, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. കണ്ടോ, ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഒരു സമയം നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, ആ സമയം വരെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ എന്തിനാ നീ ഇവിടെ വന്നത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്, പാതാളത്തിലേക്ക് ഞങ്ങളെ ഇപ്പോളെ അയച്ചു കളയുകയും അരുത്, അതിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ആ പന്നിക്കൂട്ടത്തിലേക്ക് കയറാൻ ദയവ് ചെയ്ത് അനുവദിക്കണം. അങ്ങനെയല്ലേ പൊക്കോളാൻ പറഞ്ഞത്? നോക്കിക്കേ, അപ്പം ആ നീതിയും നിയമത്തെക്കുറിച്ച് പിശാചിന് വരെ ബോധമുണ്ടെങ്കിൽ ദൈവികമായി ജീവിക്കുന്നതിനെ കുറിച്ച് ബോധമില്ലാത്ത ഏക കൂട്ടർ ദൈവമക്കൾ എന്ന് പറഞ്ഞവരാ. സ്വന്തമായ ജീവിത സുഖ സൗകര്യാദികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റിമറിച്ച് വചനം അനുസരിക്കാതെ അവിടെയാ ഈ വാക്കൊക്കുന്നത്. 2 തീമോഥെയോസ് 4:4 അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങളെ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അതിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനവൻ്റെ ആവശ്യമനുസരിച്ച് ജീവിക്കാൻ ഉപദേശിമാരെ ഉണ്ടാക്കിയെടുക്കും, ഉപദേഷ്ടാക്കന്മാരെ ഉണ്ടാക്കും, ശുശ്രൂഷകരെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ദൈവസഭയിലെ ശുശ്രൂഷകരെ നോക്കിയാൽ പകുതിയിലധികവും ആരുടെയെങ്കിലുമൊക്കെ പണം പറ്റി അടിമയിൽ കിടക്കുന്നവരായിരിക്കും. പിന്നെ അവനെതിരായിട്ട് പറയാൻ പറ്റുമോ? ഇതൊക്കെ വളരെ ശരിയായ കാര്യമാണ്. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 2:15 തോന്നുന്നു, ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം മതി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം എപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കർത്താവ് ക്രൂശിൽ തൂങ്ങി മരിക്കുന്ന സന്ദർഭത്തെങ്കിൽ, തൻ്റെ രക്തം ചിന്തി തീർന്ന സന്ദർഭത്തെങ്കിൽ അന്ധകാര ശക്തികളെ, വാഴ്ചകളെ, അധികാരങ്ങളെ എല്ലാം ആയുധവർഗം എപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവന്മാരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. ഇതാ വിധി എന്ന് പറയുന്നത്. അപ്പോ ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അവന്റെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട്, എത്രയെത്ര സമയം കൊണ്ട് അവന്റെ വിധി പ്രഖ്യാപിച്ച് അവനെ എവിടെയെല്ലാം ആക്കുമെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നത് കൊണ്ട് നമുക്ക് അവനോട് പറയാം, നിന്റെ പരിപാടിയൊക്കെ ഞങ്ങൾക്കറിയാം ആദ്യം മുതൽ അവസാനം വരെ. അവസാനത്തെ ഓഹരി എന്താ? തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക. അതിനിടയ്ക്ക് ദൈവം പ്രവർത്തിക്കാൻ കൊടുത്തിരിക്കുന്ന അനുവാദ കാലഘട്ടത്തിൽ മാത്രം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതും ഏറ്റവും ശക്തി കുറഞ്ഞ പിശാചുക്കളെയാണ് അനുവദിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. ശക്തിമാന്മാരായ പിശാചുക്കളെ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ 2 സ്ഥലത്തായിട്ട് കോടാനുകോടി പിശാചുക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്നു. അഗാധ കൂപത്തിലും യൂഫ്രട്ടീസ് നദിയുടെ തീരത്തും ബന്ധിച്ചിരിക്കുന്ന അന്ധകാര ശക്തി. എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കുമ്പോൾ അന്ന് ദൈവാത്മാവ് ഇവിടെ ഇല്ലാത്തതിനാൽ, സാക്ഷാൽ ദൈവമക്കളും ഇവിടെ ഇല്ലാത്തതിനാൽ അവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി ദൈവം അഴിച്ചുവിടുന്ന സാത്താന്യ ഊളിപ്പടകളാണ് അവയെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര അണലുകളെയും മൂർഖന്മാരെയും ബന്ധിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ചേരിയും നീർക്കോലിയും പോലെ ഉള്ള വിഷം കുറഞ്ഞ ചില പാമ്പുകളെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചെന്ന് പറയുന്ന പോലെ ഏറ്റവും നിസ്സാരന്മാരായ പിശാചുക്കളെയാ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും മനുഷ്യവർഗത്തിന് ഭയവും നാം അവൻ്റെ വെട്ടിൽ വീഴുകയും ചെയ്യുന്നു. അപ്പം മറ്റതുങ്ങളെ വിട്ടിരുന്നെങ്കിലോ, മനുഷ്യനെന്ന് പറയുന്ന ഒന്നിവിടെ
കാണുമായിരുന്നില്ല. തേളിൻ്റെ വാല് പോലെയുള്ള വാലുള്ള ഒരു ജീവി കൊത്തിക്കഴിഞ്ഞാൽ 6 മാസം മരിക്കാതെ മരിക്കുന്ന വേദനയാണെന്ന് എഴുതിയിട്ടില്ലേ ബൈബിളിൽ? അത് മഹോദരവ കാലത്തുള്ളതാ. അപ്പം നോക്കിക്കേ, ആ ജീവി ദൈവമില്ലാത്തവരെ ഉപദ്രവിക്കാൻ വരുന്നത്. ഞാൻ ആ ഭാഗം വിടട്ടെ. ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനും സൈന്യവും വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്തിനെക്കുറിച്ചുള്ള ബോധം തരും പരിശുദ്ധാത്മാവ്? ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം തരും. അതുകൊണ്ട് പാപബോധം, നീതിബോധം, ന്യായവിധി ബോധം എന്നിവ നൽകുന്നത് സാക്ഷാൽ പരിശുദ്ധാത്മാവാണ്. എല്ലാ കാലത്തും അതെ, പാപിയുടെ മാനസാന്തരത്തിനും വിശുദ്ധൻ്റെ മാനസാന്തരത്തിനും എല്ലാ കാലത്തും ഏതൊരു മനുഷ്യനും പാപബോധം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഭയങ്കരമായ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ അവർ ദൈവത്തെ പരിഹസിച്ചും ദുഷിച്ചതുമല്ലാതെ ആരും മാനസാന്തരപ്പെട്ടില്ല എന്ന് 6-7 ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മാനസാന്തരപ്പെടാൻ ആരിവിടെ ഇല്ല? പരിശുദ്ധാത്മാവ് ഇവിടെയില്ല. അതുകൊണ്ട് ഒരുത്തനും ഒരു ബോധവും ഉണ്ടാവുകയുമില്ല. അടുത്ത് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 16:13. യോഹന്നാൻ 16:13 മതി. പരിശുദ്ധാത്മാവ് എന്തിൻ്റെ ആത്മാവാണെന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്? സത്യത്തിൻ്റെ ആത്മാവാ. ഇനി അതിന് വല്ല വിശദീകരണവും വേണോ? പറഞ്ഞതാരാ? കർത്താവാ. എന്നിലായാലും നിന്നിലായാലും ആരിലായാലും സത്യമല്ലാത്ത, അതിന് മലയാളത്തിൽ പറയുന്നതാണ് അസത്യം അല്ലേ? ശരിയല്ലാത്ത, അതിന് മലയാളത്തിൽ പറയുന്ന തെറ്റായ കാര്യങ്ങൾ അല്ലേ? വ്യാജമായ കാര്യങ്ങൾ, ഫോഷ്കായ കാര്യങ്ങൾ. സാത്താൻ ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാണ്. ആകയാൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യമല്ലാതെ എന്തെങ്കിലും എവിടെങ്കിലും നമ്മിലുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്തുള്ളതാ? സാത്താൻ്റെ ഭാഗത്തുള്ളതാ. അതുകൊണ്ട് ഒരാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും ഇല്ലെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സത്യത്തിൻ്റെ ആത്മാവാണ്. ആ വ്യക്തിയുടെ വികാര, വിചാര, സംസാര, പ്രവർത്തന ജീവിതങ്ങൾ പരിശോധിച്ചാൽ അസത്യത്തിലൂടെ നീങ്ങുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അകത്തുള്ള ആത്മാവ് എന്താത്മാവല്ല? സത്യത്തിൻ്റെ ആത്മാവല്ല. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേരാ കർത്താവ് തന്നെ പറഞ്ഞതാ, ഞാൻ അയക്കുന്നത് എൻ്റെ പിതാവ് ഞാനങ്ങ് പോയാൽ അയക്കുന്ന ആത്മാവിൻ്റെ പേരെന്താ? സത്യത്തിൻ്റെ ആത്മാവ്. ആ സത്യത്തിൻ്റെ ആത്മാവ് വന്നാൽ സകല സത്യത്തിലും അവൻ വീണ്ടും വഴി നടത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ തെറ്റിലേക്ക് വിടുമോ? ഇല്ല, ഒരിക്കലും വിടത്തില്ല. നമുക്ക് നിയന്ത്രണം തരുന്നത് ആരാ? വഴി കാണിച്ചു തരുന്നത് ആരാ? കരം പിടിച്ച് കൊണ്ടുപോകുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് സത്യത്തിൻ്റെ ആത്മാവെന്നതിന് പേരുണ്ട്. ദൈവമക്കളെ സത്യത്തിലൂടെ അത് വഴി നടത്തും. നമ്മളീ പറയുന്ന പോലെയൊന്നും, വിചാരിക്കുന്ന പോലെയൊന്നും, ഭാവന ചെയ്യുന്ന പോലെയൊന്നും പരിശുദ്ധാത്മാവ് നമ്മളില്ല എന്നുള്ളത് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ അറിയാം. അടുത്തത് യോഹന്നാൻ 14:26 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 14:26. മതി. പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഉപദേശിയാണ്. സകല കാര്യങ്ങളും, സ്വർഗീയമായ സകല കാര്യങ്ങളും നമുക്ക് ഉപദേശിച്ചു തരുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. അതുമാത്രമല്ല, കർത്താവായിരിക്കുന്ന യേശു 3.5 വർഷക്കാലം ഇവിടെ ജീവിച്ച കാലഘട്ടത്തിൽ യേശു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതൊക്കെയും ഇപ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരും. ഇതാ, മനുഷ്യാവതാര കാലത്ത് പുത്രൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ പഠിപ്പിച്ചത് ഇന്നതാണ്, അവൻ പറഞ്ഞത് ഇന്നതാണ്, അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, അതിൻ്റെ ലക്ഷ്യം ഇന്നതാണ്, അതിൻ്റെ ആശയം ഇന്നതാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമുക്ക് ഓർപ്പിച്ചു തരും. കർത്താവ് പറഞ്ഞതെല്ലാം എവിടെയുണ്ട്? നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലുണ്ട്, സുവിശേഷത്തിലില്ലേ? കർത്താവ് ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് ചുരുക്കം ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതെല്ലാം ഓർപ്പിച്ചു തരുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവ് കൂടെയാണ്, ഉപദേശിക്കുന്നവൻ കൂടെയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒന്നുമല്ല, ദൈവത്വത്തിലെ ഒരു വ്യക്തിത്വമാണ് അല്ലേ? ഒരു വ്യക്തിത്വമാണ്. ശക്തിയുള്ള വ്യക്തിയാണെന്ന് മാത്രമേ ഉള്ളൂ. ശക്തിയല്ല, ആൾ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് പല ഗുണങ്ങളുണ്ട്. സത്യത്തിൻ്റെ ആത്മാവാണ്, ഉപദേശിക്കുന്ന ആത്മാവാണ്,
ഓർമ്മപ്പെടുത്തുന്ന ആത്മാവാണ്. കർത്താവ് പറഞ്ഞ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, കെട്ടുകഥയൊന്നും ഓർപ്പിക്കുന്ന കാര്യമല്ല കേട്ടോ. കർത്താവ് പറഞ്ഞത് ഓർപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ അവനും ഇവനൊന്നും പറയണ കാര്യം ഓർപ്പിക്കണതല്ല. 3.5 കൊല്ലം കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ആ പറഞ്ഞത് മുഴുവൻ നമ്മുടെ കയ്യിൽ വേദപുസ്തകത്തിലുണ്ടോ? കർത്താവ് ചെയ്തത് മുഴുവൻ എഴുതാൻ പോയാൽ ആ പുസ്തകം ലോകത്തിൽ ഒതുങ്ങൂല്ല. പക്ഷേ ഈ 4 സുവിശേഷങ്ങളിലായി ഇത്രത്തോളം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ അവനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാനും അതിൽ തന്നെ നിങ്ങളായിരിക്കാനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ സുവിശേഷം. അല്ലാതെ 3.5 കൊല്ലക്കാലം കർത്താവ് പറഞ്ഞതും കർത്താവ് ചെയ്തതും ജീവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ നോക്കിയാൽ ആ പുസ്തകം ലോകത്തിൽ ഒതുങ്ങൂല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ ഇത്രയും കാര്യം എഴുതിയത്? യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് എന്ത് പ്രാപിക്കണം? പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. അതുപോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കണം. ആദ്യം പ്രാപിക്കുന്ന നിത്യജീവനാണല്ലോ. നിത്യജീവൻ പ്രാപിക്കണം. പിന്നെ പ്രാപിക്കേണ്ടത് മുഴുവൻ പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ, അല്ലെങ്കിൽ ആ പേരെന്ന് പറയുന്നത് ചുമ്മാ ഒരു പേരിട്ടത്, ആ പേരും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം തമ്മിൽ ബന്ധമില്ലാതിരിക്കുന്നത് പോലെയല്ല. ചെറിയ കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്ന ഒരുത്തിന് ശാന്തൻ എന്ന് പേരിട്ടാൽ അവനെ എങ്ങനെ വിളിക്കത്തുള്ളൂ? എന്നാൽ അവനെ പിന്നെ എങ്ങനെ അനുഭവത്തിൽ വിളിക്കേണ്ടത്? പൊട്ടിത്തെറിക്കുന്നവെന്നാ, ചൂടനെന്നാ. ശരിയല്ലേ? നമ്മുടെ പേരും നമ്മുടെ ജീവിതവും തമ്മിൽ യാതൊരു പൗലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചെറിയവനാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ചെറിയവൻ എന്നാ. എൻ്റെ അകം വലിയവനാന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നു എങ്കിൽ കൃത്രിമമായ എളിമ ഞാൻ പ്രദർശിപ്പിച്ചാലും രക്ഷയില്ല. ആ പേര് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഈ ബൈബിളിലുള്ള ഒരുപിടി പേരുകളൊക്കെ അർത്ഥമുണ്ട്. ആ പേരൊക്കെ നമുക്കുണ്ടെന്ന് വിചാരിച്ച് അഭിമാനത്തോടെ ഇരുന്നിട്ട് ആ പേരിനും നമ്മുടെ സ്വഭാവവും തമ്മിൽ ബന്ധമില്ലെങ്കിൽ വല്ല വിശേഷമുണ്ടോ? ഇല്ല. ദാനിയേൽ, അതിൻ്റെ അർത്ഥം എന്നാ? ദൈവം എൻ്റെ ന്യായാധിപൻ. ആ ഒരു ബോധം ദാനിയേല് അതിന് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. ദൈവം എൻ്റെ ന്യായാധിപൻ. അപ്പോൾ അത് പോകട്ടെ. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഇങ്ങോട്ട് അയക്കും. വരുന്നത് പരിശുദ്ധാത്മാവ്. അവൻ എന്തുട്ട് പേരുണ്ട്? കാര്യസ്ഥൻ എന്ന പേരുണ്ട്. അവൻ വന്നാൽ പാപബോധം, നീതിബോധം, ന്യായവിധി ബോധം തരും. അത് സത്യത്തിൻ്റെ ആത്മാവാ. അവൻ സത്യത്തിൽ നമ്മെ വഴി നടത്തുന്നവനാ. പിന്നെ കർത്താവ് പറഞ്ഞത് ഓർപ്പിക്കുന്നവനും ഒരു ദൈവ പൈതലിന് ആവശ്യമായ ഉപദേശങ്ങൾ മുഴുവൻ പറഞ്ഞ് പഠിപ്പിക്കുന്നവനുമാണ്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചേ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. റോമാലേഖനം 1-ന്റെ 1-2. അടുത്ത വാക്യം. അത് മുതൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവനാലല്ലോ ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഞങ്ങൾ കൃപ പ്രാപിച്ചത്, അപ്പോസ്തലത്വം പ്രാപിച്ചത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനിൽ നിന്നാണ് ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പൊ ഇവിടെ ആത്മാവിന്റെ പേരെന്താ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധിയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവ് എന്തിൻ്റെ ആത്മാവാ? ഇന്നീ ദൈവമക്കളിൽ കാണുന്ന അശുദ്ധിയുടെ ഒന്നും ആത്മാവല്ല. ക്രിസ്ത്യാനികളിൽ കാണുന്ന ഈ വിധമായ അശുദ്ധിയുടെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാ.
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനായ കർത്താവായിരിക്കുന്ന ജഡ സംബന്ധിച്ച് അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു വന്നവനാണ്. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചുള്ള ചരിത്രം നോക്കിയാൽ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് വിശുദ്ധിയുടെ ആത്മാവ്, ആത്മാവിൻ്റെ പേരെന്താ? വിശുദ്ധിയുടെ ആത്മാവ്. ഈ ആത്മാവ് അകത്തുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെയുള്ളവനായിരിക്കും? വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പോകുന്നവനായിരിക്കും. അപ്പോൾ അത് വിശുദ്ധിയുടെ ആത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1:8. കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി, അങ്ങനെ ഒരു പേരുണ്ട്, പിതാവിൻ്റെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവ്. അപ്പോസ്തലൻ അന്ന് പെന്തക്കോസ്തിൽ വിളിച്ചു പറഞ്ഞു, ഈ വാഗ്ദത്തം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതാകുന്നു എന്ന് പറയുകയും ചെയ്തു. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ അവിടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് 1:8 പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് കിട്ടും? ആദ്യം കിട്ടുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് അതാ. എന്നാൽ പരിശുദ്ധാത്മാവ് പുതിയ നിയമകാലത്ത് ആരുടെയെങ്കിലും മേൽ വന്നാൽ, ആദ്യം വന്നത് എവിടെയാ? 120 പേരുടെ സംഘത്തിൻ്റെ മേലായിരുന്നു. പിന്നീട് ആരുടെയെങ്കിലും മേൽ വന്നാൽ എന്ത് കിട്ടും? ശക്തി കിട്ടും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? യെരൂശലേം മുതൽ ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അത് അപ്പോസ്തലന്മാർ 12 പേരെ കുറിച്ച് പറഞ്ഞത്. അവരെ എവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് പ്രാപിച്ചത്? യെരൂശലേമിൽ ഇരുന്നുകൊണ്ടാണ് പ്രാപിച്ചത്. എന്നിട്ട് അവർ തന്നെ അവരുടെ കാലഘട്ടത്തിൽ യെരൂശലേം മുതൽ അവർ യാത്ര ചെയ്ത് എവിടം വരെ പോകും? കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നാനാ ഭാഗത്തേക്കും പോയി ലോകത്തിൻ്റെ അറ്റം വരെ പോകും. അത് 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് ഇവിടെ സ്ഥലത്തിൻ്റെ ഏരിയ അല്ല ഇപ്പോൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ സാക്ഷികളാകും. എന്തിനാണ് പരിശുദ്ധാത്മാവ് വന്നത്? ശക്തി തരാൻ. എന്തിനാ ശക്തി തന്നത്? യേശുവിൻ്റെ സാക്ഷികളാകാൻ. ഇതാ ആദ്യമായിട്ടുള്ള കാര്യം. പിന്നീട് പല കാര്യങ്ങൾ അതിന് പുറകെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്ത പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അന്യഭാഷ സംസാരിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നതാണോ പരിശുദ്ധാത്മാവ്? അല്ല. രോഗശാന്തി വരം തന്നെ നടത്താൻ വേണ്ടി വന്നതാണോ? പരിശുദ്ധാത്മാവിന് വരങ്ങളുണ്ട്, ഒരുപിടി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അതുകൊണ്ട് യേശുവിൻ്റെ സാക്ഷികളാകാനായിട്ടുള്ള ശക്തിയാണ്. യേശുവിൻ്റെ സാക്ഷികളാകാനായിട്ടുള്ള ശക്തിയാണ്. ആ ശക്തി എന്ന് പറയുന്നത് അമാനുഷിക കാര്യങ്ങളെ ചെയ്യാൻ വരെ കഴിയുന്ന ശക്തിയാണ്. മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെയൊക്കെ, അത് അമാനുഷിക കാര്യങ്ങൾ, ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടുള്ള ശക്തി ആര് തരും? പരിശുദ്ധാത്മാവ് തരും. സാക്ഷിക്കാനായുള്ള, അങ്ങനെ ക്രൂശിക്കപ്പെട്ട മശിഹായെ സാക്ഷിച്ചും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സാക്ഷിച്ചും അപ്പോസ്തലന്മാർ യെരൂശലേം മുതൽ ലോകത്തിൻ്റെ അറ്റത്തോളം വന്നു. ചരിത്രം അനുസരിച്ച് തോമാശ്ലീഹായാണ് ഭാരതത്തിലേക്ക് വന്നത്, അല്ലേ? കേരളത്തിലേക്ക് വന്നത്. അപ്പോസ്തോലൻ മറ്റ് അപ്പോസ്തോലന്മാർ മറ്റ് സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തോലൻ ആ മധ്യപൗരസ്ത്യ ദേശത്ത് തന്നെ ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ കുറച്ച് നമുക്ക് ബൈബിളിൽ നിന്നും മറ്റ് ചരിത്രത്തിൽ നിന്നും മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോസ്തോല പ്രവൃത്തിയിൽ അത് വരാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തോലന്മാർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് യെരൂശലേമിൽ ചെന്നിട്ട് ഉള്ളവർക്ക് മാത്രമേ അവിടെയുള്ള സഭയ്ക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. തിരിച്ച് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു പോയിട്ടുള്ള അപ്പോസ്തലന്മാർക്കൊന്നും അവരുടെ യാത്രാ വിവരണം തിരിച്ച് യെരൂശലേമിൽ ചെന്ന് അവിടുത്തെ സഭയിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ ജീവിച്ചില്ലെന്നോ അവർ കർത്താവിൻ്റെ വേല ചെയ്തില്ലെന്നോ അല്ല, അവർ ലോകത്തിൻ്റെ അറ്റത്തോളവും ആരുടെ സാക്ഷികളായി തീർന്നിട്ടുണ്ട്. രക്തസാക്ഷിത്വം വരിക്കാൻ തക്കവണ്ണമുള്ള ശക്തി കിട്ടിയത് എവിടെ നിന്നാ? ഇവർക്ക് പരിശുദ്ധാത്മാവിൽ നിന്നാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. ആ ശക്തി എന്തിനു വേണ്ടിയിട്ടുള്ള ശക്തിയാ? എൻ്റെ സാക്ഷിയാകാനായിട്ടുള്ള ശക്തി. എന്നാ ആ ശക്തിയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ,
മറ്റുള്ള എല്ലാ വരങ്ങളും ജ്വലിപ്പിക്കേണ്ട സമയത്ത് ജ്വലിപ്പിക്കാൻ തക്കവണ്ണം ആര് കൊടുത്തുകൊണ്ടിരുന്നു? പരിശുദ്ധാത്മാവ് കൊടുത്തുകൊണ്ടിരുന്നു. ഇന്നത്തെ ആ രീതിക്കൊക്കെ കുറേ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആര് ഏത് അവസരത്തിൽ എവിടെ വെച്ച് എന്ത് കൃപാവരം ജ്വലിപ്പിക്കണം, എന്തടയാളം ചെയ്യണം, എന്തത്ഭുതം പ്രവർത്തിക്കണം, എന്ത് വീര്യപ്രവൃത്തി ചെയ്യണം എന്നൊക്കെയും ഇവിടുത്തെ കമ്മിറ്റിയും അതുപോലെ ആ വരുന്ന ദൈവദാസനും ഒന്നുമല്ല തീരുമാനിക്കുന്ന. പിന്നെയോ പരിശുദ്ധാത്മാവ് അതാത് അവസരങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഈ അടുത്ത കാലത്ത് എനിക്കും ബോധമായത്. 3.5 കൊല്ലം യെരുശലേം ദേവാലയത്തിലേക്ക് യേശു ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. തന്നെ കയ്യിലെടുത്ത് ആദ്യം കൊണ്ടുപോയതല്ലേ. പിന്നെ ബാലനായ യേശു 12ാമത്തെ വയസ്സിൽ പെസഹ പെരുന്നാളിന് പോയെന്നും പറഞ്ഞാൽ പിന്നെ ചരിത്രം തുടങ്ങുന്നത്. അതിനിടയ്ക്ക് പോയല്ലോ നമുക്കറിയത്തില്ല. പിന്നെ വളർന്ന കാര്യം അതിനിടയ്ക്ക് കിടക്കുന്നത്. അന്നേരം മുതൽ താൻ മരിക്കുന്നിടം വരെ പോയിട്ട് അന്നേരം ഒക്കെ സുന്ദരം എന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ആരിയ്രിപ്പുണ്ട്? ആ മുടന്തൻ ഇരിപ്പുണ്ട്. അവൻ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നതാ. കർത്താവ് പോയപ്പോഴൊക്കെ കണ്ടതാ. കർത്താവിന് ശക്തിയില്ലാഞ്ഞിട്ടാണോ ആ മുടന്തനെ ഏൽപ്പിച്ചു വിടാഞ്ഞത്? അല്ല. ആ മുടന്തനെ ഏൽപ്പിച്ചു വിടാൻ ആര് പറഞ്ഞില്ല? തൻ്റെ പിതാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് ചെയ്തില്ല. എന്നാൽ പെന്തക്കോസ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പത്രോസും യോഹന്നാൻ അപ്പോസ്തലനും കൂടെ കൂടി 9 മണി നേരത്തെ പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് ചെന്നപ്പോഴാണ് ഇവൻ പണ്ടത്തേതുപോലെ അവിടെ ഇരിക്കുന്നത്. അവൻ ഇവൻ്റെ നേരെ കൈ കാണിച്ചു, ധർമ്മം ചോദിച്ചു. അപ്പോഴാ പൊന്നും വെള്ളിയും നസറാനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറയുക മാത്രമല്ല, ആ കയ്യെ പിടിച്ചങ്ങ് ഏൽപ്പിച്ചു. പിന്നത്തെ കാര്യം നമുക്കറിയാം. അവരെന്തുകൊണ്ടാണ് അത് ചെയ്തത്? ആ മുടന്തനെ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ എഴുന്നേൽപ്പിക്കാനായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തു. അത് ചെയ്തു. കർത്താവ് അങ്ങനെയാണ് 3.5 കൊല്ലം ജീവിച്ചത്. പരിശുദ്ധാത്മാവും 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും അങ്ങനെയാണ് ചെയ്തത്. 3 നൂറ്റാണ്ടിലെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇപ്പോഴത്തെ ആളുകൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ല. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചാൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നാൽ ആര് മഹിമപ്പെടുമായിരുന്നു? യേശു ചെയ്താൽ പിതാവ് മഹിമപ്പെടുമായിരുന്നു. അപ്പോസ്തലന്മാർ ചെയ്താൽ പരിശുദ്ധാത്മാവിലൂടെ കർത്താവിന് മഹത്വം ഉണ്ടാകുമായിരുന്നു. അല്ലാതെ ഇവരുടെ മഹത്വത്തിന് വേണ്ടിയല്ലല്ലോ. അല്ല, പണത്തിന് വേണ്ടിയാണോ? അതുമില്ല. ഈ ലോകത്തിലെ ധനവുമായിട്ട് കൃപാവര ശുശ്രൂഷയ്ക്ക് ബന്ധമില്ല, മാനവുമായിട്ട് ബന്ധമില്ല, ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതൊക്കെ സ്വർഗത്തിൽ ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരത്തോടെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ദൈവരാജ്യം ഉദ്ഘോഷിച്ചോ, മരിച്ചവരെ ഉയർപ്പിച്ചോ, രോഗികളെ സുഖപ്പെടുത്തിക്കോ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയോ, തളർവാദക്കാരെ എഴുന്നേൽപ്പിച്ചോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി. സൗജന്യമായി നിങ്ങൾക്ക് കിട്ടിയതാണെങ്കിൽ നിങ്ങളത് കൊടുക്കേണ്ടതും എങ്ങനെ തന്നെയാ? സൗജന്യമായതാ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും അനുസരിക്കേണ്ട ഒരു പ്രമാണമുണ്ട്. സൗജന്യമായി കിട്ടിയതൊക്കെ സൗജന്യമായി കൊടുത്തോണം. അത് വിലയ്ക്ക് വിറ്റാൽ, ഒരുത്തനാ വിലയ്ക്ക് പരിശുദ്ധാത്മാവിനെ ചോദിച്ചത്. പരിശുദ്ധാത്മാവിനെ ചോദിച്ചതല്ല, എന്നിൽ നിറയാൻ പരിശുദ്ധാത്മാവിനെ ചോദിച്ചതല്ല. നിങ്ങൾ ഈ കൈവച്ചപ്പോൾ ഇതൊക്കെ ഏതാണ്ടൊക്കെ നടന്നതുപോലെ ഞാനും കൈവച്ച് നടക്കുമ്പോൾ ഏതാണ്ടൊക്കെ ചെയ്യാൻ തക്കവണ്ണം ആ അധികാരം ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയല്ലേ ചെയ്തേ? നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോട്ടെ. ദൈവത്തിൻ്റെ ദാനത്തെ വിലയ്ക്ക് വാങ്ങുവാൻ, അങ്ങനെയല്ലേ? അനുദപിച്ച് മാനസാന്തരപ്പെടും. നിന്റെ പാപം ക്ഷമിച്ച് കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ചിലപ്പോൾ ക്ഷമിച്ച് കിട്ടുമായിരിക്കും, ഞങ്ങൾക്കത് വിഷയമല്ല. അങ്ങനെയല്ലേ പറഞ്ഞത്? സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, സൗജന്യമായി കൊടുപ്പീൻ. ഈ നിയമത്തിനൊന്നും കാലം മാറും തോറും കോലം മാറുമെന്ന് പറഞ്ഞ പോലെ നിയമം മാറുന്നതല്ല ദൈവത്തിൻ്റെ. കാലം മാറും തോറും മനുഷ്യൻ്റെ കോലം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ദൈവം മാറുമോ? ഇല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നാൽ ഒന്നാമത് നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. ആ ശക്തി എന്തിനുള്ളതാ? സാക്ഷിപ്പാനുള്ള ശക്തി. ആ ശക്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഈ സ്നാനപ്പെടുത്തിയ ജനത്തെ ഉപദേശിച്ച് പഠിപ്പിച്ച് ഇവരെയൊക്കെ എൻ്റെ ശിഷ്യന്മാർ ആക്കിക്കൊള്ളുവീൻ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ കാര്യം ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ വാഗ്ദത്തം, ലോകാവസാനത്തോളം ഞാൻ കൂടെയുണ്ട്. നമുക്ക് തോന്നിയ കാര്യം ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അവന് പ്രസാദകരമല്ലാത്ത കാര്യം, നല്ലതായിരിക്കാം, നല്ല കാര്യമെല്ലാം ദൈവപ്രസാദമല്ല. നല്ലതെന്ന് തോന്നുന്നതെല്ലാം, എല്ലാത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും എല്ലാം എനിക്ക് പ്രയോജനമുള്ളതല്ല. അങ്ങനെയല്ലേ പറയുന്നേ? ഒത്തിരി കാര്യം അങ്ങനെ പറയുന്നുണ്ട്. നല്ലതെല്ലാം ദൈവപ്രസാദമുള്ളതല്ല. ചിലതൊക്കെ നല്ലതായിരിക്കാം,
അപ്പോൾ ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ അതിന് പറ്റിയ നല്ലത് നമ്മൾ നോക്കി തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയല്ലേ വ്യവസ്ഥ? നമുക്ക് വിഷയത്തിലേക്ക് വേഗം മടങ്ങി വരാം. യെഹെസ്കേൽ പ്രവചനം 36:25 മുതൽ 27 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെഹെസ്കേൽ പ്രവചനം 36:25 മുതൽ 27 വരെയുള്ള മതി. ഈ പ്രവചനം എല്ലാ കാലഘട്ടത്തേക്കുമുള്ള പ്രവചനമാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് ഇസ്രായേൽക്കാർക്കുള്ളതാ. എന്നാൽ പെന്തക്കോസ്തിൽ മുതൽ കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെയുമുള്ള പ്രവർത്തന കാലഘട്ടത്തെ ബാധിക്കുന്നതാണ് ഈ വാക്യങ്ങൾ. കാരണം പെന്തക്കോസ്തിൽ ഇതും എന്നാ ഒക്കെ പുതുവീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ചവന്മാരാന്ന് ആരാണ്ട് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ പത്രോസ് പറഞ്ഞില്ലേ, സമയം 3 മണി ആയിട്ടേ ഉള്ളൂ. എങ്ങനെയല്ലേ പറഞ്ഞേ? ഇത് 3-ാം മണി നേരമായിട്ടുള്ളൂ. വീഞ്ഞു കുടിച്ച് മത്ത് പിടിക്കേണ്ട സമയം നാട്ടിലായിട്ടില്ല. ഇത് യോവേൽ പ്രവചന നിവൃത്തിയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അതല്ലേ പത്രോസ് പറഞ്ഞത്? അപ്പോൾ ആ യോവേൽ പ്രവചനം യോവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത് ഇസ്രായേൽ ജാതിക്കുള്ളതാണെങ്കിലും അതിൻ്റെ ആത്മീക അർത്ഥത്തിൽ അതിൻ്റെ ഒരു നിവർത്തനമാണ് പെന്തക്കോസ് എന്ന് പത്രോസ് പറഞ്ഞു കൊടുത്തു. എന്ന് പറയുന്ന പോലെ യെഹെസ്കേലിൽ ഈ പറഞ്ഞിരിക്കുന്ന വാക്യം അക്ഷരാർത്ഥത്തിൽ യഹൂദ ജാതിയെക്കുറിച്ചാണെങ്കിലും ജാതികമായിട്ടുള്ളതാണെങ്കിലും അത് പെന്തക്കോസ്ത് മുതൽ കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഉള്ള ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും കൂടിയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കല്യാണത്തിന് ഇപ്പോൾ പറയാറുണ്ട്, ഹൃദയകാഠിന്യമാണ് വൈവാഹിക ബന്ധങ്ങളുടെ എല്ലാം തകരാറുകൾ. അത് മാറണമെങ്കിൽ അത് മാറ്റി കൊടുക്കാൻ മോശയ്ക്ക് കഴിയാതിരുന്നത് കൊണ്ട് ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിച്ച് ജീവിച്ചോളാൻ അനുവാദം കൊടുത്തു. അതുകൊണ്ട് കർത്താവ് മോശയെ കുറ്റം പറഞ്ഞില്ല. എന്നാൽ ആദ്യത്തെ നിയമം അങ്ങനെ ആയിരുന്നില്ല. അത് മോശ ചെയ്ത ഒരു കൺസെഷനാണ്. ഇനിയും ആ നിയമം അങ്ങനെ വയ്ക്കാൻ പാടില്ല, അതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞ് കർത്താവ് പറയുമ്പോൾ ഹൃദയകാഠിന്യം കൊണ്ടാണ്, ഇസ്രായേൽക്കാരുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ അത് ചെയ്തത്. പക്ഷേ ഹൃദയകാഠിന്യം മാറ്റാൻ ന്യായപ്രമാണത്തിനോ മോശയ്ക്കോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ ഏത് വ്യക്തിയുടെ ഹൃദയകാഠിന്യം മാറ്റിയിരിക്കും. അതാണ് അതിൻ്റെ വാക്യമായി പറഞ്ഞിരിക്കുന്നത്. കല്ലായുള്ള ഹൃദയത്തെ നിർമ്മല ജലം തളിച്ച് ഞാൻ ശുദ്ധീകരിക്കും, ഹൃദയത്തെ മാറ്റി പുതിയ ഹൃദയമാക്കും. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ, പുതിയ ഹൃദയത്തെ വെച്ചിട്ട് അവിടെ പുതിയ ആത്മാവിനെ ആക്കും. എന്നിട്ട് ഹൃദയത്തിൻ്റെ മാംസ പലകമേൽ എൻ്റെ വിധികളും ചട്ടങ്ങളും ഞാൻ എഴുതും. കല്ലായുള്ള ഹൃദയത്തെ മെഴുകുപോലെ ഉരുക്കും, മാംസളമായിട്ടുള്ള ഹൃദയം ആക്കും എന്ന് പറയുന്ന ഈ പ്രവചനം എല്ലാ കാലഘട്ടത്തേക്കുമുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ഹൃദയകാഠിന്യത്തെ മാറ്റുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതിൻ്റെ എല്ലാ തരത്തിലുമുള്ളവർക്ക് ഹൃദയകാഠിന്യം മാറി മാറി വരും. അതില്ലാത്ത നമുക്ക് ഹൃദയകാഠിന്യം ഉണ്ടായി വരികയും ചെയ്യും. അതാ അതിൻ്റെ അടിസ്ഥാനപരമായ വാക്യമാണ്. അപ്പം ഞാൻ പറയുന്നത്, നിർമ്മല ജലം തളിക്കുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും പുതിയ ഹൃദയത്തെ ആക്കുകയും പുതിയ ആത്മാവിനെ വെക്കുകയും മാംസളമായ ഹൃദയത്തെ ആക്കുകയും ചെയ്യുന്ന ഈ ജോലി ആരുടേതാണെന്നാണ് ഈ പറഞ്ഞത്? അവിടെ പരിശുദ്ധാത്മാവിൻ്റെതാണ്. അത് യഹൂദന്മാർക്കും അതെ, പുതിയ നിയമ ഇസ്രായേലിനും അതെ, ഏതോ ഒരു വ്യക്തിക്കും അതെ. അതുകൊണ്ട് ആ ഒരു ജോലി പരിശുദ്ധാത്മാവാണ് ദൈവജനത്തിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യോഹന്നാൻ 14:26 കൂടെ വായിച്ചേ. യോഹന്നാൻ 14:26. അത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നമ്മൾ പറഞ്ഞതാ. യോഹന്നാൻ 14:15 15-16. ആ 14:15 16.
അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നാൽ അത് എവിടം വരെയാ? എന്നേക്കും കൂടെ ഇരിക്കും. ഇപ്പോഴത്തെ ലക്ഷണം കാണുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ വരുന്ന പോലെയും പിന്നെ അത് കഴിയുമ്പോൾ പോകുന്ന പോലെയും ഒക്കെയാ നമ്മുടെ ഒരു ജീവിതത്തോടുള്ള ബന്ധത്തിൽ കാണുന്നത്. ഒരു ആരാധനയ്ക്ക് പോയി ആത്മാവ് വന്നു, ആരാധന കഴിഞ്ഞ് ഇറങ്ങി ആത്മാവ് പോയി, ഒന്ന് പ്രസംഗിക്കാൻ പോയി ആത്മാവ് വന്നു, പ്രസംഗം കഴിഞ്ഞു ആത്മാവ് പോയി, അല്ലേ? ഇങ്ങനെയൊക്കെയാ. ഒരു ഉപവാസ യോഗത്തിന് പോയി ആത്മാവ് വന്നു, പിന്നെ അത് കഴിഞ്ഞ് പോയപ്പോൾ ആത്മാവ് പോയി. ഇങ്ങനത്തെ ഒക്കെ ഒരു അനുഭൂതികളായിപ്പോൾ ഉണ്ടാകുന്നത്. ഈ അനുഭൂതികളൊന്നുമല്ല പരിശുദ്ധാത്മാവ്. അതിന് ബാക്കി കൂടെ വായിച്ചേ. ഇത് ലോകത്തിന് പ്രാപിക്കാൻ കഴിയത്തില്ല ഈ പരിശുദ്ധാത്മാവിനെ. കാരണം ലോകം ഈ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലോകത്തിൽ നിന്ന് തിരിഞ്ഞു വരുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതാ. പാപബോധം, നീതിബോധം, ന്യായവിധി ബോധം, അങ്ങനെയൊക്കെ വരാനായിട്ട് പറ്റത്തുള്ളൂ. ബാക്കി വായിച്ചേ. ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കേ. ഇത് കർത്താവ് പറഞ്ഞതല്ലേ പെന്തക്കോസ്തിന് മുമ്പ്. എന്നാൽ നിങ്ങളോ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരിൽ ആരുണ്ട്? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പറയുന്ന അപ്പോസ്തലന്മാർക്ക് പെന്തക്കോസ്തിന് മുമ്പാണോ പെന്തക്കോസ്ത് കഴിഞ്ഞിട്ടാണോ? ഇത് കർത്താവിന്റെ ക്രൂശുമരണത്തിന് വരെയും മുമ്പല്ലേ ഈ പറയുന്നേ. അപ്പോൾ ആത്മാവ് എന്തുണ്ട് അപ്പോസ്തലന്മാരിൽ? അവിടെ ആത്മാവ് അവരിൽ വസിക്കുകയും അവരിൽ ഇരിക്കുകയും ചെയ്തു. ഒരിക്കലും അടിമാലിയിൽ വെച്ച് ആ മേഖലയുടെ ധ്യാനയോഗത്തിന് പാറപ്പഴിച്ച പ്രസംഗിക്കാൻ വന്ന ഉണ്ടായിരുന്നല്ലോ. ഇരിക്കുന്നതും വസിക്കുന്നതുമായ ആത്മാവ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ച് ഓർക്കുന്നുണ്ടോ? ഈ വാക്യം എടുത്താ. അപ്പോൾ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, ആത്മാവ് നമ്മിൽ ഇരിക്കുന്നു. ഇരിക്കാൻ വന്നവൻ വേഗം പോകും. ഇപ്പോൾ വന്നത് ഞങ്ങൾക്കൊക്കെ കസേര വലിച്ചിട്ട് തന്നു. 360 ദിവസം ഇവിടെ ഇരിക്കുമോ? നിങ്ങൾക്കൊക്കെ അറിയാൻ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇരുന്നവൻ ഇവിടുന്ന് പൊക്കോളൂ എന്ന്. എന്നാൽ വസിക്കുന്നവനോ? അല്ല, വസിക്കുന്നവൻ പെട്ടെന്ന് പോവോ? ഇവിടെ കിടക്കാൻ വന്നവൻ പെട്ടെന്ന് പോവോ? പോകത്തില്ല. അപ്പം ആത്മാവ് ഇരിക്കാൻ വന്നതുകൊണ്ട് വസിക്കാൻ വന്നതുപോലെയുണ്ട്, അല്ലേ? അവൻ നിങ്ങളിൽ ഇരിക്കുന്നു, അവൻ നിങ്ങളിൽ വസിക്കുന്നു. ഇരിക്കാൻ വന്നവൻ ഇരുന്നേച്ച് പോകാൻ വന്നതല്ല, കിടക്കാൻ വന്നതാ. ശരിയല്ലേ? അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് അന്നേരം ഉണ്ട്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു പൂർത്തീകരിക്കപ്പെട്ട അനുഭവമാണ് പെന്തക്കോസ്തിൽ ഉണ്ടായത്. പെന്തക്കോസ്തിൽ ഉണ്ടായി എന്ന് വിചാരിച്ച് പിന്നീടും എന്നും അവർ നിറഞ്ഞുകൊണ്ടിരുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു. ആത്മസ്നാനം ഒരിക്കൽ, പക്ഷേ എപ്പോഴും. പിന്നെയല്ലേ അവരെ പിടിച്ച് തർജ്ജനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മുടന്തനെ ഏൽപ്പിക്കാൻ പോയതാണല്ലോ ഒത്തിരി കേസുണ്ടായത്. അവർ ഭീഷണിപ്പെടുത്തി, ഇവർ പേടിച്ചു പോയി അപ്പോസ്തലന്മാർ. എന്നിട്ട് വന്ന് കൂട്ടാളികളോട് വിവരം പറഞ്ഞ് അവരെല്ലാം കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അന്നേരാ പറഞ്ഞത്, കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, നിന്റെ കരം പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉടനെ അവർ ഇരുന്നിരുന്ന സ്ഥലം കുരുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടെ പ്രസംഗിക്കുവാൻ അവർക്ക് കൃപ ലഭിച്ചു. ഒരൊറ്റ പേടിപ്പീരിൽ അവർ തളർന്നു പോയി. കാര്യം പെന്തക്കോസ്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അപ്പോൾ ഒറ്റ പേടിപ്പീരിൽ അവർ ഭയന്ന് പോയെങ്കിൽ വീണ്ടും സ്ഥലം കുലുങ്ങി ആരിറങ്ങി വന്നു? പരിശുദ്ധാത്മാവ് ഇരുന്നിരുന്ന സ്ഥലം കുലുക്കി ഇറങ്ങി വന്ന് ശക്തിമത്തായ നിറവ് വീണ്ടും കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തി. അങ്ങനെ എന്നും ധൈര്യപ്പെടുത്തിക്കൊണ്ടായിരുന്നേ, നിറഞ്ഞുകൊണ്ടായിരുന്നേ. ആത്മനിറവെന്ന് പറയുന്നത് മരിക്കുന്നിടം വരെ. ആത്മാവ് കിട്ടി അന്ന് മുതൽ മരിക്കുന്നിടം വരെ വേണ്ടിയ ഒരു അനുഭവത്തിൻ്റെ പേരാണ് ആത്മനിറവ്. ആത്മാ സ്നാനം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമുള്ളതാണ്. ആത്മസ്നാനം നിറവ് എപ്പോഴുമാണ്. അഭിഷേകം ദൈവം എന്തിനു വേണ്ടി ആക്കുന്നു? അതിനുള്ള ശക്തി പകർന്നു കൊടുക്കുന്നതാ അഭിഷേകം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപിടി വാക്കുകളുണ്ട്. അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരുപിടി വാക്കുകളുണ്ട്. ഓരോരോ വേർപാട് സഭക്കാർ അതിലോ ഇഷ്ടമുള്ള ഓരോ വിഷയം മാത്രം പറയുകയും മറ്റേത് ഇല്ലാത്ത പോലെ അങ്ങ് ആക്കി തീർക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ വാക്കിൽ പടയായി. നമുക്ക് വാക്കിൽ പടയല്ല, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തിനുള്ളതാണ് ആ വാക്കുകൾ മുഴുവൻ, ആ അനുഭവങ്ങൾ മുഴുവൻ. ഈ വ്യക്തിത്വം ഉണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പടകൂടേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. ലേഖനങ്ങളിൽ നിങ്ങൾ വായിച്ചു നോക്ക്, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അപ്പോസ്തലന്മാർ ആശംസിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർക്ക് തന്നെ കാര്യം പിടികിട്ടി. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളോട് കൂടെ ഇരുന്നോട്ടെ എന്ന് പറയും.
സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കുന്നതും ദൈവത്തിൻ്റെ സമാധാനം കൂടെ ഇരിക്കുന്നതും രണ്ടും രണ്ടാ. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം സമാധാനം തരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സമാധാനം. ഈ സമാധാനം തരുന്ന ദൈവം തന്നെ എന്നേക്കും കൂടെ ഇരിക്കാൻ വന്നാലോ പിന്നെ ഇനി ദൈവത്തിൻ്റെ സമാധാനം വേറെ ചോദിക്കണോ? വേണ്ട. അതാ ഇതിൻ്റെ വ്യത്യാസം. പഴയ നിയമത്തിൽ യോസേപ്പിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് യോസേപ്പിന് അഭിഷേകമില്ലെന്നാ. എന്നാൽ ശിമിശോൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ, ഏലിയാവിൻ്റെ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി വീരപരാക്രമങ്ങൾ കാട്ടിയതുകൊണ്ട് പെട്ടെന്നൊരു സന്തോഷവും ഒരു ഓർമ്മയും എല്ലാം ഉണ്ട്. പക്ഷേ യോസേപ്പ് ആ പാവം കൊച്ചിനെ കുറിച്ച് ആരും പറയുന്നില്ല. അവനിൽ എന്താ ഉണ്ടായിരുന്നേ? എത്ര പ്രാവശ്യം അവൻ്റെ ജീവചരിത്രം പറയുമ്പോൾ അവനോടുകൂടെ യഹോവ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നു. കുണ്ടറിയിൽ യഹോവ യോസേപ്പിനോട്, യോസേപ്പ് എതിലെല്ലാം പോയോ, എവിടെയെല്ലാം താമസിച്ചോ, എന്തെല്ലാം ചെയ്തോ അവിടെയെല്ലാം ആര് കൂടെയുണ്ട്? ദൈവത്തിൻ്റെ അഭിഷേകമല്ല കൂടെയുള്ളത്, അഭിഷേകത്തിൻ്റെ ദൈവം കൂടെയായിപ്പോയി. അത് വലിയ വ്യത്യാസമാണ്. അതങ്ങ് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് യോസേപ്പിന് കൊടുത്ത അഭിഷേകം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു നിഴലായി നിൽക്കുന്നത് കൊണ്ട് വിശുദ്ധിയുടെ അഭിഷേകമാണ് കൊടുത്തത്. അതുകൊണ്ട് ഈ ലോകത്തിൽ പാപത്താൽ മലിനപ്പെടുവാൻ അവൻ ഇടയായില്ല. ശരിയല്ലേ? വിശുദ്ധിയുടെ അഭിഷേകമുള്ളവനായിരുന്നു. അതുകൊണ്ട് മറ്റഭിഷേകം കിട്ടിയില്ലെങ്കിലും എന്തഭിഷേകം കിട്ടിയാൽ നേട്ടമാ? വിശുദ്ധിയുടെ അഭിഷേകം, വിശുദ്ധിയുടെ ആത്മാവ്. ചെറുപ്പത്തിലെ തന്നെ അവൻ സ്വപ്നം കാണുകയും അവൻ്റെ തന്നെ കാണുന്ന സ്വപ്നത്തിൻ്റെ അർത്ഥം അവൻ തന്നെ പറയുകയും ചെയ്യുമായിരുന്നു. പിന്നെ മറ്റുള്ളവർ കണ്ടതിൻ്റെ ഒക്കെ പറഞ്ഞു. കാരാഗൃഹത്തിലും അതല്ലേ? അപ്പോൾ ഇല്ലേ? അപ്പോൾ സ്വപ്നം കാണലും ദർശനം കാണലും വ്യാഖ്യാനവും വരങ്ങളും എല്ലാം ആരിലേ ഉണ്ടായിരുന്നു? യോസേപ്പിലുണ്ടായിരുന്നു. പക്ഷെ നാം വായിക്കുന്നത് എന്നാൽ യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നു. പൊത്തിപ്പേറിൻ്റെ ഭാര്യയുടെ മുമ്പിൽ വസ്ത്രവും പിടിച്ച് പറിച്ചിട്ടേച്ച് അവൻ ജീവനം കൊണ്ട് ഓടിയപ്പോഴും അവനോട് കൂടി ആരുണ്ടായിരുന്നു? യഹോവ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിനാ ഊന്നൽ, വിഷയമല്ല. പണ്ടാരാണ്ട് പറഞ്ഞ കണക്ക് അനുഗ്രഹത്തെക്കാൾ വലുതല്ലേ അനുഗ്രഹദാതാവ്? അല്ലേ? എനിക്ക് ആ അനുഗ്രഹം വേണം, ഈ അനുഗ്രഹം വേണം, ആ അനുഗ്രഹം വേണം, ഈ അനുഗ്രഹം വേണമെന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിന് മനസ്സ് സകല അനുഗ്രഹം എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ അകത്ത് വന്നിരിക്കാൻ അനുഗ്രഹദാതാവ് ഞാനങ്ങ് വന്നേക്കാമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ പറയും നീ വരണ്ട, നീ വന്നാ കുലുമാല കുഴപ്പമാ, ഞാൻ ഇന്ന അനുഗ്രഹം മതി. അത് ശരിയാ. യേശു വരുമ്പം ആളിന് ചേഞ്ച് വരണം. ഒരു അനുഗ്രഹം കിട്ടിയാൽ ഒരു ചേഞ്ചും വരണ്ട. കാര്യം മനസ്സിലായില്ലേ? ഒരാൾ വിശുദ്ധനായെങ്കിൽ മാത്രമേ രോഗം ഭേദാവുള്ളൂ കൃപാവരം ജ്വലിക്കുമ്പോൾ. അല്ല, അശുദ്ധിൻ്റെയും വിശുദ്ധിൻ്റെയും ഒക്കെ രോഗം കർത്താവ് മാറ്റിയിട്ടുണ്ട്, അപ്പോസ്തലന്മാർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രോഗം മാറുന്ന അനുഗ്രഹം എല്ലാവർക്കും കിട്ടും. അല്ല ദൈവമക്കൾക്ക് മാത്രമാണോ കർത്താവ് രോഗസൗഖ്യം കൊടുത്തത്? 10 കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി വിട്ടിട്ട് നന്ദി പറയാൻ വന്നവൻ ആരാ? ബാക്കിയുള്ളവർ സൗഖ്യം കിട്ടിയപ്പോൾ പോയടാ പോയി. ഇന്നും അവരന്മാർ എവിടെയാണെന്ന് അറിയാൻ മേലെ ചത്ത് മണ്ണടിക്കാവിന് പോയെങ്കിലും ഞാൻ പറഞ്ഞത് ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ സകലത്തിൻ്റെയും അനുഗ്രഹം വേണോ? അനുഗ്രഹമാണോ അനുഗ്രഹദാതാവാണോ വലുത്? ദൈവത്തിൻ്റെ സമാധാനമാണോ വലുത്? സമാധാനത്തിൻ്റെ ദൈവമാണോ വലുത്? സമാധാനത്തിൻ്റെ ദൈവമാ വലുത്. ദൈവത്തിൻ്റെ അഭിഷേകമാണോ വലുത്? അഭിഷേകത്തിൻ്റെ ദൈവമാണോ വലുത്? അഭിഷേകത്തിൻ്റെ ദൈവമാ വലുത്. ഇത് തമ്മിലൊന്ന് തിരിക്കണം. ബൈബിളിൽ അത് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആത്മാവിൽ ഉയർന്നു വന്നപ്പോൾ, ജനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഈ തിരിച്ചും മറിച്ചും പറഞ്ഞു തുടങ്ങിയത്. ആ വളർച്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് പെന്തക്കോസ്ത് അനുഭവത്തിന് പ്രാധാന്യമില്ലെന്നല്ല, ഇപ്രകാരം ആത്മാവ് ഇരിക്കുകയും വസിക്കുകയും ചെയ്ത ആ അപ്പോസ്തലന്മാർക്കാണ് പിന്നെ പെന്തക്കോസ്തിൽ എന്ത് വന്നത്? ഈ ആത്മാവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആത്മാവ് വന്ന് അകത്തിരിക്കുവാൻ എത്രത്തോളം അനുഭവം മതി? അന്ന് കർത്താവ് ഇവർക്ക് കൊടുത്ത ആത്മാവിൽ അവരുടെ അവസ്ഥ എന്താണോ അത്രത്തോളം അനുഭവം മതി. ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ്തിന് ശേഷമാണോ ഇവർ കർത്തൃമേശ അനുഭവിച്ചത് അപ്പോസ്തലന്മാർ? അതെയോ അതിന് മുമ്പാണോ? 12 അപ്പോസ്തലന്മാരെ താൻ മരിക്കുന്നതിന് മുമ്പല്ലേ പെസഹയുടെ രാത്രിയിൽ പോയി നടത്തിയത്? അന്ന് താൻ മരിച്ചും കൂടെയില്ലല്ലോ. എന്നാൽ ദൈവസഭയ്ക്ക് എന്നാ കിട്ടിയത്? പെന്തക്കോസ്ത് മുതലല്ലേ? അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ അപ്പോസ്തലന്മാർ അപ്പോൾ ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിന് മുമ്പല്ലേ അത് അനുഭവിച്ചത്? അപ്പോൾ അത് അനുഭവിക്കാൻ തക്കവണ്ണമുള്ള വിശുദ്ധിയും യോഗ്യതയും എല്ലാ ഗുണവും ആർക്കുണ്ടായിരുന്നു? ആ ഗുണം കൊടുത്തത് ആര് തന്നെയാ? പരിശുദ്ധാത്മാവ് തന്നെ. അതുകൊണ്ട് കർത്താവ് വിളിച്ചപ്പോൾ മുതൽ, അവർ എല്ലാം വിട്ട് കർത്താവിൻ്റെ കൂടെ വന്നപ്പോൾ മുതൽ അവർക്ക് ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവിൻ്റെ അളവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സ്വർഗത്തിലേക്ക് പോയിട്ട് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് പോയിട്ട് പിന്നെ എത്രാം ദിവസമാണ് പരിശുദ്ധാത്മാവ് വന്നത്? ഈ 10 ദിവസം അവർ
കുറ്റം കൂടാതെ ഇരിക്കത്തക്കവണ്ണം ഊതി ആത്മാവിനെ അവരിൽ കയറ്റി. എന്നിട്ടും കൂടിയാ പോയത്. പിന്നെ പെന്തക്കോസ്ത് മുതൽ സംഗതി ഓക്കെ ആയി. ശരിയല്ലേ? അങ്ങനെയാ ആ കാര്യങ്ങൾ. ആ പശ്ചാത്തലത്തിലാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആത്മാവിനെ കുറിച്ച് ഇത്രത്തോളം ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്നറിയാവോ? പെന്തക്കോസ്തിന് മുമ്പുള്ള കാര്യമായതുകൊണ്ട് അതെല്ലാവരും അങ്ങ് കണ്ണടച്ച് വിട്ടു. പെന്തക്കോസ്ത് മുതലുള്ള കാര്യമേ പിന്നെ പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കറ തീർന്ന ടീച്ചിങ് നടത്തിയത് ആരാ? കർത്താവായ യേശുവ. അവൻ പഠിപ്പിച്ചതുപോലെയുള്ള അനുഭവമാണ് നമ്മൾ ആ വിഷയത്തിൽ പ്രാപിക്കേണ്ടത്. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം, സമയമായി. നിങ്ങൾ ഈ വാക്യങ്ങൾ എഴുതിയെടുത്തു. വെളിപ്പാട് 12:11, റോമർ 8:11, 1 കോരിന്ത്യർ 2:5, 1 യോഹന്നാൻ 2:20 മുതൽ 27 വരെ. ഒന്ന് യോഹന്നാൻ 2:20 മുതൽ 27 വരെ. ഇനി നിങ്ങൾ അത്രയും വാക്യത്തിൻ്റെ ഒരേ വാക്കൊന്ന് ഒരു വിഷയം ഒന്ന് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ആ വാക്യം നിരക്കി എഴുതിയില്ലേ? ഇനി നിരക്കി ഇതങ്ങ് എഴുതി വെച്ചാൽ മതി. ശക്തി ലഭിച്ചുള്ള സാക്ഷ്യത്താൽ ദുഷ്ടന്റെ മേൽ ജയം. അത് വെളിപാട് 12:11. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ട് തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും സാത്താനെ ജയിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടിയിട്ടുള്ള സാക്ഷ്യത്താൽ ദുഷ്ടനെ ജയിക്കാൻ കഴിയും. വെറും സാക്ഷ്യമല്ല, ശക്തി ലഭിച്ചുള്ള സാക്ഷ്യത്താൽ ദുഷ്ടന്റെ മേൽ ജയമെടുക്കാൻ കഴിയും. അടുത്തത്, ആത്മാവ് ഉള്ളിലുള്ളവർ പുനരുദ്ധാനം ചെയ്യും. ആത്മാവ് ഉള്ളിലുള്ളവർ പുനരുദ്ധാനം ചെയ്യും. റോമർ 8:11 അതിൻ്റെ 1 കോരിന്ത്യർ 2:5 ശക്തി ലഭിച്ചിട്ട് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം ആണ് സുവിശേഷ ഘോഷണം. ആത്മാവിൻ്റെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, പിന്നെയോ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു ഞങ്ങളുടെ സുവിശേഷ ഘോഷണമെന്ന് പൗലൂസ് പറയുന്നു. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം മതി. 1 യോഹന്നാൻ 2:27 മുതൽ ഉപദേശിക്കുന്ന അഭിഷേകം. അവനാൽ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങൾക്കതെല്ലാം ഉപദേശിച്ചു തരും. ഉപദേശിക്കുന്ന അഭിഷേകം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? ഉപദേശിക്കാനായിട്ടുള്ള അഭിഷേകം. അതുകൊണ്ട് ഉപദേശിക്കാനായിട്ട് പറ്റും. എന്തിനു വേണ്ടി അഭിഷേകം കൊടുക്കുന്നുവോ ആ കാര്യം നടന്നിരിക്കും. അതുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശു വെളിപ്പെടുത്തിയതും പഴയ നിയമകാലത്തെ എല്ലാ കാലഘട്ടത്തേക്കും വേണ്ടി പ്രവാചകൻ വെളിപ്പെടുത്തിയതും പരിശുദ്ധാത്മാവ് തന്നെ വിശദീകരിച്ച് തന്നിട്ടുള്ളതുമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് സംബന്ധിച്ചുള്ള ഗൗരവമേറിയ വിഷയത്തിൻ്റെ അനുഭവങ്ങൾ നാം സ്വായത്തമാക്കി പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടുന്ന കാന്തയായി തീർന്ന് നിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ ഈ വചനങ്ങളും ഈ വിഷയങ്ങളും നമുക്ക് ഇടയാക്കട്ടെ. ദൈവകൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.